എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ഇന്ന് വരുന്ന മത്സരാർത്ഥികളെ ഒരുപാട് കാലമായി നിങ്ങൾക്ക് പരിചയമുണ്ട്. മിനി സ്ക്രീനിലും വലിയ സ്ക്രീനിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന 2 പ്രതിഭകളാണ് ഇന്ന് ഇവിടേക്ക് വരുന്നു. കൊല്ലം ഷാഫി ആൻഡ് വിനോദ് കോവൂർ. ഹായ് വിനോദ് കോവൂർ. ഹായ് കൊല്ലം ഷാഫി. രണ്ടുപേരും കോഴിക്കോട് വരാം. അതെ, കൊല്ലക്കാര് വിചാരിക്കും യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്തിനടുത്തുള്ള കൊല്ലമില്ലേ, ആ കൊല്ലത്തുകാരനാണ് എന്നുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഞാനും ആദ്യം തിരിച്ചു. അല്ല, കോഴിക്കോട് കൊല്ലാണ്. കോഴിക്കോട്ടും ഉണ്ട് കൊല്ലം, തിരിച്ചു കൊല്ലത്തൊരു കോഴിക്കോടുണ്ട്. ഈ 2 സ്ഥലത്തേക്ക് പരിപാടിയാണ്. കോഴിക്കോട് 2 സ്ഥലത്തും ഉണ്ടാവും അല്ലേ? അപ്പൊ കൊല്ലത്ത് കോഴിക്കോടുണ്ട്, കോഴിക്കോട്ട് കൊല്ലമുണ്ട് അല്ലേ? നല്ല കാര്യം. അപ്പൊ കോവൂർ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിട്ടാണ് സർ. ഹാപ്പിയാണ്. MIT മൂസയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു? മൂസയ്ക്ക് ശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇപ്പം മറിമായോ ഇപ്പൊ ഒരു വെബ് സീരീസിന്റെ ബ്രോ ബാബു എന്ന് പറഞ്ഞൊരു വെബ് സീരീസിലെ നായകനായിട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ തുടങ്ങി വരുന്നുള്ളൂ. ഗാലറി താർക്കും കല്യാണം എല്ലാം എത്ര കഴിച്ചു? കല്യാണം ഇപ്പൊ 4 കഴിച്ചിട്ടുള്ളൂ. എന്താ ഈ 4 കല്യാണത്തിലേക്ക് പോകാൻ കാര്യം വിനോദ് കോവൂർ? അല്ല, അതൊന്നുമല്ല സാറേ. ഞാന് കല്യാണം കഴിച്ചു തന്നെ ആരോ പെൺകുട്ടി തേച്ചു പോയെന്നും പറഞ്ഞാണ്. എല്ലാവർക്കും ഓരോ അത്തരത്തിൽ ചെറിയൊരു തേപ്പുണ്ടായിരുന്നു. ഒരു 70mm തേപ്പായിരുന്നു അതോ ചെറിയ മിനി? അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ കല്യാണം വിനോദ് കോവൂരിന് ആ കല്യാണത്തിന് പോകാൻ താല്പര്യമില്ലായിരുന്നോ, തദ്വാര വേണ്ടാത്ത ഒരു ഉടുപ്പിട്ടാ പോയതെന്നോ എല്ലാം അറിഞ്ഞു വെച്ചിട്ടുണ്ട്. കല്യാണം ഉറപ്പിച്ചപ്പോഴേ സാറേ, എന്റെ മനസ്സിൽ ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഗുരുവായൂരപ്പൻ കാണുന്നത് ഗുരുവായൂരിൽ പോകുമ്പോ ഗുരുവായൂരിലെ കല്യാണങ്ങളൊക്കെ സിമ്പിൾ. ഒരു തുളസിയുടെ ഒരു മാലയും വളരെ ചെറിയ ചടങ്ങുകളൊക്കെ ഉള്ളൂ. ആ നാദസ്വരത്തിന്റെ ഒരു തകിലിന്റെ മേളമൊക്കെ ആയിട്ട്. അപ്പൊ അതിങ്ങനെ മനസ്സിൽ കണ്ടുപോയി. പക്ഷെ കല്യാണമൊക്കെ തീരുമാനിച്ചപ്പോ കാരണന്മാര് ഗുരുവായൂരിലൊന്നും വേണ്ട, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് തന്നെ പെണ്ണിനെ ഇറക്കിയാൽ മതി എന്നുള്ള ഇതായി. അങ്ങനെ പെണ്ണിന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു കല്യാണം. അപ്പൊ അത് മനസ്സോടെ സമ്മതിച്ചാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു മൂകാംബിക പോയപ്പം അവിടുന്ന് ഒരു സ്വാമിജിയെ കണ്ടു. ആ സ്വാമിജിയോട് ഇങ്ങനെ ഒരുപാട് കമ്പനിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിക്കാൻ ഭയങ്കര മോഹമായിരുന്നു, പക്ഷെ നടന്നില്ല സ്വാമിജി. അതിനെന്താ വിനോദേ, അതിപ്പോഴും ആവാലോ, ഗുരുവായൂരിൽ 1500 രൂപ അടച്ചാൽ എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാലോ എന്ന്. ആ അറിവ് എനിക്കില്ലായിരുന്നു. ആ അറിവ് കിട്ടിയപ്പം സത്യമാണോ? അതെ, 2 ഭാഗത്തും ഓരോ സാക്ഷിമാരുണ്ടായാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയ ഉടനെ എൻ്റെ വിവാഹ ഡേറ്റ് തീരുമാനിച്ചു. അത് വിവാഹ വാർഷിക ദിവസം തന്നെ, ഒക്ടോബർ 20. അങ്ങനെ നടക്കും. ചേട്ടന്മാരോടൊക്കെ പറഞ്ഞു, വൈഫിന്റെ ബന്ധുക്കളോടും പറഞ്ഞു. അങ്ങനെ ബന്ധുക്കളും എന്റെ കുറച്ച് സുഹൃത്തുക്കളെ വന്ന് ഗുരുവായൂർ വെച്ച് കല്യാണം. തീർന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞപ്പം യൂട്യൂബിലൊക്കെ വന്ന ചില വാർത്തകൾ, വിനോദ് കോവൂർ 2ാമതും കെട്ടി എന്നായിരുന്നു. ആരെ കെട്ടി എന്ന് പറയുന്നില്ല, സ്വന്തം ഭാര്യ തന്നെ കെട്ടിയെന്ന് അവർക്ക് പറയായിരുന്നു, അവർ പറഞ്ഞില്ല. അപ്പൊ ഒരുപാട് ദുരൂഹത ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങള് രാമേശ്വരത്ത് പോയിരുന്നു, ഞാനും വൈഫും. രാമേശ്വരത്ത് പോയപ്പം തൊഴിലെടുക്കാൻ പോയതാണ്? അല്ല, രാമേശ്വരം ഒന്ന് തൊഴാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ മനസ്സിലായില്ലേ തൊഴില് ഷാഫിക്കത് ആവശ്യമായിട്ട് വരും അല്ലേ? ഓക്കെ. അവിടെ ഒരു ദമ്പതി പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. ആ പൂജ കഴിക്കുമ്പോൾ ഓൾറെഡി കല്യാണം കഴിക്കണം നമ്മൾ. അപ്പൊ അവിടെ നമ്മൾ മാലയൊക്കെ വാങ്ങിച്ചു കെട്ടി, അവരും മേളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്നും കെട്ടി. അപ്പൊ 3ാമത്തെ കെട്ടായി. പിന്നെ നാലാമത്തത് മൂകാംബിക എന്നാണ്. മൂകാംബികയിൽ എപ്പോഴും പോവാറുണ്ട്. അപ്പൊ മൂകാംബിക ചെന്നപ്പോ അവിടുത്തെ ആ സ്വാമിജിയായിട്ടുള്ള ബന്ധത്തിന് പേര് സ്വാമിജി വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കല്യാണം കഴിച്ചേക്കാം. അങ്ങനെ 4 കല്യാണം. സ്വന്തം ഭാര്യനാണ് സാറേ, വേറെ ആരെയാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇതിന് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി ഷാഫി. ഒരു പ്രശസ്ത ആർട്ടിസ്റ്റ് വീഡിയോയിൽ വന്ന് ലൈവിൽ പറയേണ്ടി വന്നു, ആ പ്രതി ഞാനല്ലെന്ന്. അപ്പൊ നാട്ടുകാരെ ഇദ്ദേഹം വിനോദ് കോവൂർ 2ാമത് കെട്ടി എന്ന് പറഞ്ഞപ്പോൾ ആള് തിരിഞ്ഞു. അപ്പൊ സുരഭി വന്നിട്ട് നാട്ടുകാരനല്ല അല്ലേ, നാട്ടുകാരിയല്ല എന്ന് പറഞ്ഞു. വിനോദേട്ടൻ കെട്ടിയത് വിനോദേട്ടന്റെ ഭാര്യ തന്നെയാണ്, എന്നെ അല്ല. അത് ഇനിയും കെട്ടാൻ സാധ്യതയുണ്ടെന്നും അല്ലേ, കർമ്മങ്ങൾ ഓടി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഷാബി എത്ര കെട്ടി? ഒറ്റൊന്ന്. പൂതിയുണ്ട്, ഇല്ലായിട്ടല്ല. പക്ഷെ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയാല് ഈ പറഞ്ഞതിന് തന്നെ ചിലപ്പോ പ്രശ്നം ഉണ്ടാവാൻ ദിവസം പുറത്തിറങ്ങലുണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല. ആ സമയത്ത് നമുക്ക് 2 പാട്ട് പാടാം. കുനിച്ചിരുത്ത് ഇടിയുണ്ടോ? കുനിച്ചിരുത്ത് ഇടിയുണ്ടോ? ഇല്ല. ഇല്ല. ഷാഫി കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതാണോ പെണ്ണ് കാണാൻ പോയത്? തേച്ച കേസാണോ? അങ്ങനല്ല, എനിക്ക് തേപ്പ് കിട്ടി. അപ്പൊ കല്യാണം കഴിക്കാൻ ഇത് വ്യാപകമാണല്ലേ തേപ്പിന്റെ സീസൺ. കല്യാണം വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്ന സമയത്ത് എന്റെ നിരാശയായിരുന്നു. അന്ന് എല്ലാരും അന്ന് താടി വരണ്ടേ, മുത്താറിക്ക് വിത്തിട്ട പോലെ ഇവിടെ 4 വന്നാലായി. ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ
ഈ നിരാശ കാമുകൻ പോയിട്ട് ഞാൻ വല്ല ദേവദാസാവും എന്ന് വിചാരിച്ചിട്ടേ അന്ന് ഇവരൊരു പരിഹാരം കണ്ട. അന്ന് എല്ലാ വീട്ടുകാരും മിക്കവാറും ഇങ്ങനെ നടക്കുന്നവരെ പിടിച്ച് കെട്ടിച്ചാൽ എല്ലാം എത്തിനും പരിഹാരം. കല്യാണം കഴിച്ചു അവനെ നേരെയാക്കാൻ. അതെ, അത് നേരെയാക്കലല്ല, അത് പിന്നെ അങ്ങോട്ട് ആവല നമ്മള്. അപ്പോ അങ്ങനെ ഞാന് മാത്രല്ല ഷാഫി, നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധാരണയുണ്ട്, ഈ മാനസിക പ്രശ്നമുള്ള ആൾക്കാരെ പോലും പിടിച്ച് കെട്ടിച്ചളയും. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട മാറും എന്നുള്ളൊരു അങ്ങനെ ഇപ്പോഴും ധാരണയുണ്ട്. അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അസുഖത്തിനും ചികിത്സയാവും. ഞാനന്ന് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഞാൻ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തന്നെ മറ്റൊരാളും കൂടെ, ഞാൻ 2 ഷിഫ്റ്റ് ആയിട്ടാണ്. നൈറ്റോ ഡേയോ? ഞാൻ നൈറ്റാണ് മിക്കവാറും. അപ്പൊ ഡേയിൽ ഓടിക്കുന്ന. അപ്പൊ അദ്ദേഹം പറഞ്ഞു രാത്രി ചരണ. ഞാൻ നമ്മൾ രണ്ടാളും കൂടെ പോയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് ഞാന് പിന്നെ പകല് ഉള്ള ആൾ എന്നോട് പറഞ്ഞ് എനിക്കൊരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട്, ഷാഫി ഒരു കാര്യം ചെയ്യണം, നീ എന്നെ എടുക്കണമെന്ന്. അങ്ങനെ പുള്ളി പോയി വന്ന് പിറ്റേന്ന് ഞാൻ പെണ്ണ് കണ്ട കഥയൊക്കെ ചോദിച്ചു, എന്തായെന്ന് വെച്ചപ്പോ പറഞ്ഞു അത് വഴിയൊന്നും ശരിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വഴി കച്ചവടാക്കാൻ പോയതല്ലല്ലോ, പെണ്ണ് കിട്ടാൻ പോയതല്ലേ, വഴി ശരിയില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നാന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണിന്റെ ടീം ഇവര് എന്താണ് അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നപ്പോ എന്റെ കുടുംബക്കാരുടെ ചായക്കടയിൽ കയറി. അവിടെ എന്റെ ഉപ്പ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ അന്വേഷിക്കാൻ വന്നാണ് ഞങ്ങള്. അപ്പൊ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ ബ്രോക്കറോട് പറഞ്ഞ് എന്നാ പിന്നെ എൻ്റെ മോൻ, അതായത് എൻ്റെ ഉപ്പാന്റെ പെങ്ങളെ മോൻ പറയാം, ഞങ്ങളെ മരുമോനുണ്ട്, നമുക്കൊന്ന് നോക്കാന്ന്. എന്നോട് പെട്ടെന്ന് പീടികയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് അവിടെ ചെല്ലുന്നു. പിറ്റേന്ന് ഞാൻ പെണ്ണ് കാണാൻ പോകുന്നത് ഇതേ ആളെ തന്നെയാണ്. അപ്പൊ ഓട്ടോറിക്ഷ ഇവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. അത് ഇന്ന് എന്റെ ജീവിതത്തില് എന്റെ സഖിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണുമ്പോ ഒരു നിരാശ വരില്ലേ? എങ്ങനെ ആദ്യം വന്ന് റിജക്ട് ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അവന്റെ കൂടെ അവന്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇവള് രക്ഷപ്പെട്ടു പോയനെ. ആണല്ലേ? ഈ ഗതികേട്ടിൽ വന്ന് പെടേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അന്ന് പോയ കഥ പറയാം. ഞാൻ അന്ന് പോയിട്ട് പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ സാധാരണ മിനിമം ഒരു 2 സുഹൃത്തുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു ഉച്ചയല്ല രാവിലെ അല്ലാത്ത അതിന്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു പോക്ക്, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അല്ലെ വൈകിട്ട് പോയി ഒരു ചായ ഒക്കെ കുടിച്ച്. ഞാനിത് 6 മണിക്ക് മഗ്രിബ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സന്ധ്യാനേരത്ത് ആ സമയത്ത് ഒറ്റയ്ക്ക് ഈ പിന്നെ ശ്രീലങ്കന്റെ മേപ്പൊക്കെ കാണുന്ന ഒരു ഹവായി ചെരുപ്പും എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പഴയ പാൻറ്റും, പുതിയതുണ്ടായിട്ടല്ല എന്നാലും ആ പഴയ പാൻറ്റൊക്കെ ഇട്ട് അങ്ങനെ പോയി. അവിടെ ചെന്നപ്പം അവർ ചോദിക്കുക എവിടെ ചെന്നിട്ട്, ഇവിടെ ചേച്ചി വന്നിട്ട് അടുത്ത് എവിടെ കൊണ്ടുവന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു എന്ത്? അല്ല നിങ്ങൾ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച പൈസയും കൊണ്ട് വന്നതല്ലേ, ഇവരെ ഭർത്താവ് അങ്ങോട്ട് ആരടുത്തോ പൈസ കൊടുത്തറിഞ്ഞില്ല, അതിന്റെ ആളാന്ന് വിചാരിച്ചു എന്നെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു അല്ല ഞാൻ പെണ്ണാണാൻ വന്നാന്ന്. അത് പറയണം. പിന്നെ ആ ചിത്രത്തിൽ ഫ്രണ്ടില് ഒരു പെണ്ണുങ്ങൾ പോലും ഇല്ല. കാരണം അച്ചടക്കം കാണിക്കണം. അതിന്റെ പൈസ കൊണ്ടുവരുന്നവനാണെങ്കിൽ ആ അച്ചടക്കം വെലുങ്ങനെ വേണ്ട, പൈസ വാങ്ങാൻ മുന്നിൽ പോവാം. പക്ഷെ പെണ്ണാണാൻ വരുന്ന വീട്ടിലേക്ക് ഒരാള് ആദ്യം കടന്നു വരുമ്പോ ഞങ്ങൾ സ്ത്രീകളൊന്നും പുറത്തിറങ്ങില്ല എന്ന് കാണിക്കണമല്ലോ. ഇവരെല്ലാരും കൂടെ അകത്തേക്ക് ഓടി. അങ്ങനെയാണ് എന്റെ പെണ്ണ് കാണൽ നടക്കുന്നത്. അവിടെ വീണു, അവിടെ നമ്മൾ കവന്ന് വീണു. ഈ തേച്ച പെണ്ണിന് വേണ്ടി ഒരു മഹാകാവ്യം എഴുതിയായിരുന്നല്ലോ. എനിക്ക് വേണ്ടി മാത്രമല്ല, അതുപോലെ അനുഭവിക്കുന്ന ആരെ കൊണ്ട് ഇപ്പൊ എസ് കെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് വേണ്ടി കൂടിയാണ് ആ പാട്ട്. അപ്പൊ എനിക്കൊന്ന് വേണം ആ പാട്ടിന്റെ യൂട്ടിലിറ്റി എനിക്ക് നോക്കാറുണ്ട്. ഓക്കെ. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞോട്ടെ പെണ്ണേ, ഒരു നാളും ഞാൻ മറക്കില്ല നിന്നെ, മറ്റൊരാളിന്റെ വധുവായ നിന്നെ ഇറ്റു കണ്ണീരാലോർക്കുന്നു ഇന്നും. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞോട്ടെ പെണ്ണേ, ഒരു നാളും ഞാൻ മറക്കില്ല നിന്നെ. നിയമവിരുദ്ധമായ കാര്യമാ ആ കൂടെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത്. മാത്രമല്ല ഒരു പിടയ്ക്കുന്ന കരളിന്റെ ഒരു ശീൽക്കാരം അതിൽ ഞാൻ കണ്ടു. അത് ഒരാളുടെ അല്ല, 1000 പേരുടെ. അല്ല ഏതെങ്കിലും വീട്ടിൽ ഇതുപോലുള്ള നിരാശപ്പാട്ടുള്ള നിരാശപ്പാട്ടുകളൊക്കെ ഉണ്ട്. അല്ല കോവൂരിനെ തേച്ചന്റെ അനുസ്മരണാർത്ഥം എഴുതിയ പാട്ട്. ഇതെല്ലാരും ഈ കോഴിക്കോട്ടുകാർ മൊത്തം ഇങ്ങനെ തേച്ച പാട്ടാണല്ലോ. എന്തിനു വെറുതെ ആശകൾ തന്നു നീ ഓടിയൊളിച്ചു ദൂരെ, നീ നൽകിയ ചുംബന പുഷ്പങ്ങൾ ഞാൻ എവിടെയൊളിപ്പിക്കും. അമ്പൽക്കുളങ്ങളിൽ അമ്പൽ പറിക്കാനും ആര്യാടൻ പാടത്ത് ഓടി നടക്കാനും ഇനി നീ തേങ്ങും എന്നുള്ളം
അറിയാതെ തേങ്ങും തേങ്ങലിൻ കൂട്ടായി കണ്ണീരു മാത്രം, കൂട്ടായി കണ്ണീരു മാത്രം. ആത്മാവിൻ വേദന കാണാൻ നീ എവിടെ? കാണാത്ത ദൂരം പറന്നകന്നില്ലേ? നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളെന്നും അറിയാതെ പറയാതെ കണ്ണുനീർ പറയും. നെഞ്ച് നീറി പടർന്ന് കർച്ചീവ് വേണോ? കർച്ചീവ് വേണോ? ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്ന് കയറി വന്നോലും ഉറപ്പാണ് അല്ലേ? എന്റെ ഭാര്യ ഷോ കാണുന്നുണ്ട്. ഇത് കോവിന് വേണ്ടിയല്ലല്ലോ, ഈ ലോകമുള്ള എല്ലായിടത്തുള്ള കോവിരന്മാർക്ക് വേണ്ടി, എല്ലാ തേപ്പുകാർക്കും വേണ്ടിയിട്ട്. വിനോദം കൈക്കലാക്കിയ എല്ലാ കോവൂരുമാരും അല്ലേ? വിനോദ് കോവൂര് ACV വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്റെ ആദ്യ കാലഘട്ടം കോഴിക്കോട് ACV ചാനലിലെ അവതാരകനായിരുന്നു ഞാൻ. റിപ്പോർട്ടറായിരുന്നു, വാർത്ത വായിക്കായിരുന്നു. അവിടുന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ ഈ റിപ്പോർട്ടറായിട്ടിരിക്കേ അന്ന് പാമ്പ് വേലായുധൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കോഴിക്കോട് ഇങ്ങനെ സർപ്പയജ്ഞം നടത്തുമ്പോൾ ഇതൊക്കെ പോയി അപ്പൊ അദ്ദേഹത്തിന്റെ സർപ്പയജ്ഞം ഒരുപാട് കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഒരു പാമ്പിനെ എനിക്ക് പേടിയാണ്, പക്ഷെ ഈ യജ്ഞം കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പലതരം പാമ്പുകളെ കാണാമല്ലോ. അപ്പൊ ഒരിക്കലും എനിക്ക് രാവിലെ ഞാൻ ACV ചെന്നപ്പം അവിടുത്തെ സാറ് പറഞ്ഞു, വിനോദ ഇന്ന് പാമ്പ് വേലായുധന്റെ വീട്ടിലൊന്ന് പോകണം, പാമ്പ് വേലായുധനൊന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് വരണം, അദ്ദേഹത്തിന്റെ വീട് ഇന്ന സ്ഥലത്താണ്, ഒരു ക്യാമറമാനും കുട്ടിക്ക് പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ടാസ്ക്കാണ് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ. അങ്ങനെ ഞാൻ പോയി. ഇയാളെ വീട് ചെന്നപ്പം വീട് ഒരു കുഗ്രാമത്തിലാണ്, ചെറിയൊരു വീടാണ്, ഒരു ഓല മേഞ്ഞ് ബാക്കി ഷീറ്റ് ഉണ്ടാക്കി. വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വീടിന്റെ പരിസരം തന്നെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. പലതരം വള്ളികളും ഒക്കെ ആയിട്ടൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇയാള് ആരാ എന്താ? അപ്പൊ ഞാൻ ACV ചാനലിൽ നിന്നാണ്, വേലാതേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടത്. വരി ഇരിക്കും ഇതൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിലിരിക്കാൻ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ അയാൾ മോളെ ആ സ്റ്റൂളും എടുക്കുമെന്ന് പറഞ്ഞാൽ മോളെ ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന്, ഒരു സ്റ്റൂളേ ഉള്ളൂ. അപ്പോൾ ക്യാമറമാനെ സ്റ്റൂളിൽ ഇരുത്തി എന്നോട് അവിടെ വലിയൊരു പെട്ടി, ആ പെട്ടി ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ആ പെട്ടിയുടെ മേലെ ഞാനും ഇരുന്നു. അങ്ങനെ രണ്ടാളും ഇരുന്ന് ഇയാള് താഴെ ഇരിക്കുകയാണ്. ഒരു പലകയുടെ മേലെ നിന്നിട്ടാണ് ഇയാൾ ഞങ്ങളോട് കഥ പറയണത്. അപ്പം ഞാൻ ഇയാളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോയി, ക്യാമറമാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്റർവ്യൂവിന്റെ അവസാനം ഞാൻ ചോദിച്ചു, വേലാതേട്ടൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ പാമ്പിനെ ഒന്ന് കാണിച്ചു, അത് ഏതാണ്? ഏറ്റവും വലിയ പാമ്പിനെ കാണിക്കണമെങ്കിൽ വിനോദം ഒന്ന് എണീക്കണം എന്ന് പറഞ്ഞു. വിനോദം എണീക്കണം? എന്തിനാ? വിനോദം അതിന്റെ മേലെ ഇരിക്കണം. സ്പ്രിങ് എണീക്കുമ്പോഴാണ് ഞാൻ എണീറ്റ്, കാരണം എനിക്ക് അത്ര പേടിയാണ് പാമ്പിനെ. ഞാൻ എണീറ്റും കൊണ്ട് മാറി നിന്നപ്പം വേലാതേട്ടൻ ഒരു ചെറിയൊരു കുറ്റിയുണ്ട്. ആ കുറ്റി ഒരു തട്ട് തട്ടിയപ്പം ആള് തന്നെ പൊന്തി മൂടിയൊക്കെ പൊന്തിച്ചിങ്ങോട്ട് വന്ന് രാജവമ്പാല ഇങ്ങനെ പത്തിവിടത്തേക്ക് നിൽക്കുക. ഞാനിങ്ങനെ കൂപ്പിയിട്ട് ഇങ്ങനെ. അപ്പൊ വേലാതേട്ടൻ ഒന്നുമില്ല ഏറ്റവും വലിയ ആളാരാന്ന് ചോദിച്ചതാ, അവിടെ ഇരുന്നോന്ന് പറഞ്ഞപ്പോ പാമ്പ് ഇങ്ങനെ നോക്കി, പാമ്പ് അതേപോലെ താന്നുപോയി. ഇയാള് പെട്ടി അടച്ചു. ഇരിക്കും വിനോദം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ അവിടെ ഇരിക്കില്ല, ഇതുവരെ ഇരുന്നത് ഞാൻ അറിയാണ്ടിരുന്നു പോയതാണ്, ഇനിയിപ്പോ അറിഞ്ഞോണ്ട് നമ്മൾ അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അമ്മ ശരിക്കും പേടിച്ചതും, അത് ശരിക്കും നമ്മുടെ ക്യാമറമാൻ പകർത്തി എന്റെ ആ ഭാവവും കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ വന്നു എന്നുള്ളത് അത് വലിയൊരു അനുഭവമാണ്. ഷാഫിയുടെ ബാല്യമൊക്കെ എങ്ങനെയായിരുന്നു? അത്യാവശ്യം കാശുകാരനായിരുന്നു അതോ? അല്ല, നമ്മളൊക്കെ അത്യാവശ്യം വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു. പിന്നെന്തോ സാമൂഹിക പ്രവർത്തനം നടത്തി. ഹോട്ടൽ തൊഴിലാളിയായിരുന്നു. പിന്നെ അങ്ങനെ നാടൻ പണികളായിട്ടുള്ള എല്ലാ കാര്യമല്ലേ. എന്റെ ഉപ്പ ഹോട്ടൽ പണികളാണ് എടുത്ത് നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. കുട്ടേട്ട എന്തോ ചോദിക്കാൻ വന്നു കേട്ടോ. ഓക്കെ കുട്ടേട്ടാ. നമസ്കാരം വിനോദ് കോവൂർ. നമസ്കാരം കൊല്ലം ഷാഫി. നമസ്കാരം കുട്ടേട്ടാ. കൊല്ലം ഷാഫി, LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഇനി ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാൻ ഒരു ഇതാരാണ് ഈ പെൺകുട്ടി? ഇത് കൊല്ലം ഷാഫിന. കൊല്ലം ഷാഫി തന്നെയാണോ ഇത്? ഷാഫിന. ഞാന് രസമുണ്ട് കേട്ടോ. ഇത് പറയാൻ മാത്രമുണ്ട്. ഈ വേഷത്തില് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ റഷീദ് ഖാൻ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് മാൻ ഉണ്ട്. ഇപ്പൊ സിനിമയിലൊക്കെ സജീവാണ്. പട്ടണ റഷീദ് അല്ല, പുള്ളിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ റഷീദ് വേൾഡ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. അപ്പം ബാക്കില് പ്രകാശ് ഭയ്യാനക്കലുണ്ട്, പ്രശസ്തനായ സിനിമാ താരവും താരമൊക്കെ ആയിരുന്നു ഞങ്ങളുടെ. പിന്നെ ഈ നിൽക്കുന്ന കൂട്ടത്തില് ചിലരുണ്ട്. അത് കഥ ഞാൻ ഇപ്പൊ പറയാം. അതായത് ഞാൻ ഈ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം എല്ലാം റിമൂവ് ചെയ്ത് ഈ വേഷത്തിൽ ചെന്ന് നിൽക്കുകയാണ് സെറ്റില്. റിമൂവ് ചെയ്ത് ഞാൻ രാവിലെ തൊട്ട് ഒരുപാട് പണിപ്പെട്ട് ഒരു 11 മണിയാകുമ്പോഴത്തേക്കാണ് ഈ കോലത്തിലായത്. അപ്പൊ ഞാൻ ഈ ഒരു മിടിയൊക്കെ ഇട്ട് ഇവിടം വരെയുള്ള മുട്ടിന്റെ മുകളിൽ വരെയുള്ള ഒരു മിടിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ഉയരത്തിലുള്ള ഒരു നിലത്ത് വെച്ചാണ്
ഈ സ്റ്റെപ്പ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് എന്തോന്നുള്ള ഷൂട്ടായിരുന്നു? ഒരു ആൽബം Album song ആ? ഒരു പൊന്നും മിന്നും വേണ്ട. അതായത് പുള്ളി ഒരു ഇതിന്റെ പിന്നാലെ പോകുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിനെ പറ്റിക്കാൻ വേണ്ടി ഒരാണിനെ പെൺവേഷം കെട്ടിക്കുന്നതായിട്ടാണ് കഥ. അപ്പൊ ഞാൻ ഈ വേഷമൊക്കെ കെട്ടി അവിടെ നിൽക്കുമ്പോ ഒരു വളരെ പ്രായമുള്ള 2 വയസ്സന്മാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഷൂട്ടിംഗ് കാണാൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ നമ്മൾ പോയത് മുതൽ നിൽക്കുന്നുണ്ട്. 12 മണിയായി. അപ്പോഴും ഒരാളെ കയ്യിൽ മീനുണ്ട്. കുറെ നിന്ന് കാല് കഴിച്ചിട്ടാണോന്ന് അറിയില്ല, പ്രായത്തിന്റെ കുറച്ച് ഇങ്ങനെ പോയി, കുറച്ച് കഴിഞ്ഞ് ഇരുന്നു, ഇങ്ങനെ ഇരിക്കുക, വായം തുറന്നോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ ഡയറക്ടർ വന്ന് തട്ടിയിട്ട് പറഞ്ഞു, ചേട്ടാ അതൊരാണാണ്, ഈ ഷാഫി എന്ന് പറയുന്ന ഇവിടെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്, ഏട്ടൻ ആ മീനെങ്കിലും വീട്ടിൽ കൊണ്ടു കൊടുക്കും. കുറെ നേരം നിങ്ങള് ഇവിടെ നിന്ന് എന്നെ പറഞ്ഞു പറ്റിക്കാനൊന്നും നോക്കണ്ട, ഞാൻ കൊറേ പെണ്ണുങ്ങളെല്ലാം കണ്ടതാ, ഞാൻ ആ കുട്ടീനെ കാണുന്ന എനിക്കെന്താ പ്രശ്നം? എന്നിട്ട് ഇയാള് അവിടെ പോവാണ്ട് അവിടെ തന്നെ ഇരുന്ന് വൈകുന്നേരം എത്ര ഷോട്ട് നമ്മൾ എവിടൊക്കെ പോയി, ഞാൻ പല ഡ്രസ്സുകളും മാറിയെടുത്തു. ഇതൊക്കെ കഴിയുമ്പോ ആ സാധു അവിടെ ഉണ്ട്. കഴിയുമ്പോ അയാൾ മീൻ കൊടുത്തയച്ചിട്ടില്ല അപ്പോഴും ഇല്ല, ഇതും പിടിച്ച് ഇതൊക്കെ മറന്നുപോയി. ഈ സൗന്ദര്യത്തിൽ വീണു സംഭവം ഗംഭീരമാണ്. എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ വിനോദേ ഒന്ന് നമ്മൾ ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ ഈ കൊല്ലം ഷാഫിയുടെ ഈ വേഷത്തെക്കാളും നല്ലത് പെൺകുട്ടിയെ അവതരിക്കേണ്ടതായിരുന്നു. മലയാള സിനിമയ്ക്ക് ഈ കോവൂരൊക്കെ പറയാൻ അടക്കാൻ അല്ലേ? വിനോദ് കോവൂര് ഒരു ഉദ്ഘാടനത്തിന് ഇവിടെ പോയപ്പോഴേ ട്രെയിനിൽ കയറാൻ ലേറ്റായി എന്ന് പറയുന്നു. എവിടേക്കായിരുന്നു യാത്ര? ഷൊർണൂർ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പൊ അന്ന് ലാസ്റ്റ് ഡേ ആണ്, എനിക്ക് അതുകൂടി അഭിനയിച്ചാൽ മതി. അന്ന് എനിക്ക് വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് ഒരു ഇനാഗ്രേഷൻ ഉണ്ട്, ഒരു ഷോപ്പിന്റെ. അപ്പൊ ഞാൻ രാവിലെ ഡയറക്ടർ അടുത്ത് പറഞ്ഞു, സാറേ എന്നെ ഒരു 4 മണിയാകുമ്പോഴേക്കും 4 മണിന് മുന്നേ ഫ്രീ ആയി, 4 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനിൽ കയറി എനിക്ക് കോഴിക്കോട് എത്താം, ഉദ്ഘാടനം ചെയ്യണം, ഞാൻ അഡ്വാൻസ് ഒക്കെ മേടിച്ചാണ്. ഡയറക്ടറിന് കുഴപ്പമില്ല, വിനോദിനാകെ 3 സീനുള്ളൂ എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് മുമ്പ് 2 സീൻ എടുത്തു, ഇനി ഒരു സീനും കൂടി ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ സാറേ പെട്ടെന്ന് എടുക്കാം, ഓക്കെ തുടങ്ങാം. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാൻ വന്ന, ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ഒരാളാണ്, ഒരു പരിചയമില്ലാത്ത ഒരാള്. ഇയാളങ്ങോട്ട് പെറുക്കി അരി പെറുക്കാൻ പഞ്ചായത്തിൽ. ഇയാൾക്കാണെങ്കിൽ കുറെ ഡയലോഗും ഉണ്ട്. ഇയാള് ബയർക്കാൻ തുടങ്ങി, ഇയാൾക്ക് വെള്ളം കൊടുക്കണു. അങ്ങനെ ഇയാളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടൊന്നും ഇയാൾ ഓക്കെ ആവുന്നില്ല. ഞാനിങ്ങനെ സമയം നോക്കുന്നത്, എന്റെ സമയം ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ഞാൻ സാറേ എന്താ ചെയ്യാ വിനോദ്, ഞാൻ എന്തൊക്കെ വിനോദ് അയാൾക്ക് കുറിച്ച് ധൈര്യം കൊടുക്കും, മോട്ടിവേഷൻ കൊടുക്കും. പിന്നെ ഞാൻ പോയിട്ട് സാറേ നിങ്ങൾ പേടിക്കണ്ട, മുന്നിൽ ഞാനല്ലേ. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ആളാണ്, കുഞ്ഞുണ്ണി ഭാഷ കൂടെ ബന്ധമുള്ള ആളല്ലേ. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇയാൾ ഏകദേശം ഓക്കെ ആക്കി. അപ്പോഴേ ഇനി ഒരു 5 മിനിറ്റേ ഉള്ളൂ ഈ ഞാൻ പറഞ്ഞ സമയത്തിന് രക്ഷപ്പെടാൻ. ആ സമയത്താണ് ഇയാൾ ഏകദേശം ഓക്കെ. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഇത് മതി വിനോദ്, എൻ്റെ അപ്പുറം ഇനി അയാളുടെ കിട്ടില്ല, വിനോദ് പെട്ടെന്ന് പൊക്കോന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പിന്നെ മേക്കപ്പ് എന്ന് വെച്ചാൽ ഷർട്ട് മാത്രം മാറ്റി, അവിടെ ഓൺ ഷർട്ടായിരുന്നു, എൻ്റെ ഓൺ ഷർട്ട് എടുത്തിട്ട് കാറിൽ ഞാൻ പോവുക. കുറച്ച് ദൂരം പോയപ്പോഴേക്ക് റോഡ് പണി നടക്കണം, റോഡ് ബ്ലോക്കാ. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എത്ര മണിക്കാണ് ട്രെയിൻ? ഞാൻ പറഞ്ഞു 4 മണിക്ക്. അയ്യോ സാറേ കിട്ടില്ല കേട്ടോ, ഈ ബ്ലോക്കിൽ നമ്മൾ എടുത്തുമ്പോഴേക്ക് ട്രെയിന് പോകും. അയ്യോ ഞാൻ പെട്ടുപോലോ, ഈ ട്രെയിൻ ഇല്ലെങ്കിൽ പിന്നെ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഒറ്റ വഴിയുണ്ട് സാർ, ബൈക്കിന് പോയാലെത്തും. ഞാൻ ബൈക്ക് എവിടെ നിന്നിട്ടാൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കാറിന്റെ തൊട്ടടുത്ത് ഈ ബ്ലോക്കിൽ ഒരു ബൈക്കിന്റെ ഒരു പയ്യൻ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്നെ കണ്ടുകൊണ്ട് അവൻ വിനോദേട്ടാ മുസക്കായി എന്നൊക്കെ പറഞ്ഞൊരു വിളി. അപ്പോൾ ഉടനെ ഞാൻ ചില്ല് താത്തി, എവിടേക്കാണ്? അവൻ അവനൊരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഉടനെ ഡ്രൈവർ പറഞ്ഞു, അയാളെ പിടിക്കി, അയാളോട് പറഞ്ഞാൽ മതി, അയാൾ കൊണ്ടുവിടുക, അയാൾ നിങ്ങളെ ഫാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കോ, എൻ്റെ ട്രെയിൻ ഇപ്പോൾ പോകും, കാറിൽ പോയത്തോ, നിങ്ങൾ വന്ന് കയറി എന്ന് പറഞ്ഞു. കയറിയിരുന്നു. ഇവൻ അങ്ങോട്ട് പറത്താണ്, സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ ഒക്കെ പറത്തുമ്പോൾ ഇവൻ വിശേഷങ്ങൾ ചോദിക്കും, മരുമായ എങ്ങനെ പോകണു, മറ്റതെങ്ങനെ പോകണു, ഇനി ഏതാ അടുത്ത സിനിമ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ റെയിൽവേ സ്റ്റേഷനിലെത്തി എനിക്കൊരു സെൽഫി എടുക്കാൻ നിന്ന് തരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ സെൽഫി എടുക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. സ്റ്റേഷനിലെത്തി സെൽഫി എടുക്കാൻ നിന്നില്ല. ഞാൻ ഓടി ചെന്ന് ചോദിക്കുമ്പോൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി. അപ്പം ഷൊർണൂർ അറിയാലോ, സ്റ്റെപ്പ് കയറി അപ്പുറത്ത് പോയിട്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ മൂവ് ചെയ്യണം ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ട്രെയിനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ട്രെയിൻ പിടിക്കണം എന്നുള്ള വാശിയിൽ ഞാൻ സ്റ്റെപ്പ് പടപടപടേന്ന് ഇറങ്ങി ഞാൻ ട്രെയിനിന്റെ പിന്നാലെ ഓടി. ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ ഓടിക്കയറാനുള്ള ശ്രമം നടത്തുകയാണ്. സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചിട്ട് കാലെടുത്ത്, അപ്പം ട്രെയിനിന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ശ്രമം നടത്തി. കാലെടുത്ത് വെക്കലും ഞാൻ തെന്നി വീണു. വീണത് ഭാഗ്യത്തിന് ഉള്ളിലേക്ക് പോയില്ല, പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഞാൻ ഈ ശരിക്കും കമിഴ്ന്ന് വീണു. നല്ല പരിക്ക്, പാൻറ്റൊക്കെ കീറി, ഷർട്ട് കീറി, എൻ്റെ ബാഗിൽ നിന്ന് സാധനങ്ങൾ മുഴുവൻ സ്കാറ്റർ ചെയ്തു. ആളുകളൊക്കെ ഓടി വന്ന് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കൂടെ 2 പോലീസുകാരും ഉള്ള ബെഞ്ചിലിരുത്തി. അപ്പം ഞാനാണ് മനസ്സിലായ പോലീസുകാർ, എന്താണ് വിനോദ് കോവൂര്, നിങ്ങളൊക്കെ ഞങ്ങളെ ചിരിപ്പിക്കുന്ന ആൾക്കാരല്ലേ, കുറച്ചു കാലം കൂടെയൊക്കെ നിങ്ങളെ ഞങ്ങളെ ചിരിപ്പിക്കണ്ടേ, നിങ്ങളൊക്കെ എത്ര പെട്ടെന്ന് പോയാലെങ്ങനെ ശരിയാവും, നിങ്ങൾ എന്ത് സാഹസമാണ് കാണിച്ച്, അത്ര സ്പീഡിൽ പോകണൊക്കെ ട്രെയിനിൽ നിങ്ങൾ കയറാൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു കോഴിക്കോട്, അതിന് ഉദ്ഘാടനം ഇന്നിപ്പോൾ
ആൾക്കാർ മുഴുവൻ നിങ്ങളെ വീട്ടിലെത്തേണ്ട ദിവസമായിരുന്നു നിങ്ങളെ ഉദ്ഘാടനത്തിന്. വീട്ടിൽ ഉദ്ഘാടനം ചെയ്തതന്നെ അല്ലേ? ഇതുപോലെ ഏതോ ഒരു നോർത്ത് ഇന്ത്യ ഒരു ട്രിപ്പിന് പോയി AC കമ്പാർട്ട്മെന്റ് കണ്ടു കയറി എന്തോ ഗുരുവാലുണ്ടായല്ലോ. ഈശ്വര, അത് അടുത്തത്. അത് ഡൽഹിയിൽ ഞാനൊരു ക്യാമ്പിന് പോയത്. വിശ്വവിവേകേന്ദ്ര എന്നൊരു സ്ഥാപനം നടത്തിയ ഒരു ക്യാമ്പ്, ഈ മോട്ടിവേഷൻ ക്ലാസിനെ കുറിച്ചുള്ള ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ ഞാനും കോഴിക്കോടുള്ള എൻ്റെ സുഹൃത്ത് സുബൈർ, അപ്പോൾ മരിച്ചു, എൻ്റെ പഴയ പാർട്ണറാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയതാണ്. അപ്പോൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത കുറേ ആൾക്കാർ ഈ ട്രെയിനിലുണ്ട്. ഞങ്ങൾ S10-ലും ബാക്കിയുള്ളവരൊക്കെ S1-ലുമാണ്. അപ്പോൾ ഈ S1-ലുള്ള ആൾക്കാർ പറഞ്ഞു, വിനോദേ സമയം കിട്ടുമ്പോൾ ഞങ്ങളടുത്ത് നമുക്ക് പാട്ടൊക്കെ പാടി ഇരിക്കാനാണ്, കാരണം 3 ദിവസം യാത്രയല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഒരു വിജനമായ സ്ഥലത്ത് നിർത്തി. ഒരു 15 മിനിറ്റോളം ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ പോവാത്ത? അപ്പോൾ ഈ ട്രെയിനിൽ കച്ചവടം ചെയ്യാൻ വരുന്ന ആളോട് ചോദിച്ചെന്താ പറഞ്ഞാൽ, അപ്പോൾ അവിടെ പാളത്തിന് എന്തോ പണി നടക്കുകയാണ്, കുറച്ച് ടൈം എടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാനൊന്ന് S2-ൽ പോയിട്ട് വരാം. എന്നിട്ട് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് കരിങ്കല്ലിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് S2-ൽ. അപ്പം ഞാനിങ്ങനെ ഓരോ ബോഗിയും നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ പെട്ടെന്ന് ഇളകിയപ്പോൾ ഞാൻ കുടുങ്ങിയല്ലോ. അപ്പം ഞാൻ കയറുന്നത് S5-ലാണ്. S5-ൽ ഞാൻ ചാടി കയറി, പക്ഷേ ഡോർ അടഞ്ഞു കിടക്കുക. അത് AC ആയിരുന്നു. ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ എന്നിട്ട് ചില്ലിൽ ഇങ്ങനെ തട്ടിയിട്ട് തുറക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ളിലിരിക്കുന്നവർ ഇത് ഔട്ട്സൈഡറാണ്, ഈ വിജനമായ സ്ഥലത്ത് നിന്ന് വേറെ ആള് കള്ളനായിരിക്കുന്നൊക്കെ രീതിയിൽ ഇവർ തുറക്കുന്നില്ല. ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നോട്. ഞാൻ പെട്ടുപോയി. വണ്ടിക്ക് സ്പീഡ് കൂടാൻ തുടങ്ങി. ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ പറ്റി നിൽക്കുകയാണ് ഈ ഡോറിൻ്റെ അടുത്ത്. പിന്നെ അവസാനം ഞാൻ വല്ലാതെ ഈ ചില്ലിൻ്റെ മേലെ അടിക്കൽ ഞാൻ കരയാനൊക്കെ തുടങ്ങിയപ്പം ഇതിലൊരാൾ വന്നിട്ട് വാതിൽ തുറന്നപ്പോൾ ഇവർക്കൊന്നും മലയാളം അറിയാം, ഇവരൊക്കെ ഹിന്ദിക്കാരാണ്. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. ഞാൻ അറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു, ഐ എം ഓൾസോ എ പാസഞ്ചർ ഓഫ് ദിസ് ട്രെയിൻ, ഐ ആം ഇൻ S10 എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അവർ ബോധ്യമാക്കുക. ഇവർ എന്നെ പിടിച്ചിരുത്തി. 15 മിനിറ്റ് ഞാൻ ട്രെയിനിൽ ഔട്ട്സൈഡിൽ ഇങ്ങനെ നിന്ന് യാത്ര ചെയ്തു. കാരണം ഞാൻ ശരിക്കും കൈ വേർത്തു. കൈ മാത്രമല്ല, ശരീരം മുഴുവൻ വേർത്തു. ഉള്ളിൽ ആ AC-ൽ കയറി ഇരുന്നപ്പോഴാണ് ഞാനൊന്ന് തണുത്തത്. പിന്നെ ഞാൻ S2-ലേക്ക് പോയിട്ടില്ല, നേരെ S10-ലേക്ക് തന്നെ പോയി. ഷാവി, ഈ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് മിമിക്രി ഉണ്ടായിരുന്നു കയ്യില് ചെറുതായിട്ട്. അത് പിന്നെ നടപ്പിലാക്കിയോ? പിന്നെ അവസരങ്ങൾ കിട്ടുമ്പോ നമ്മളെ ഫ്ലോറിലൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ മിമിക്രി എന്ന് കേൾക്കുമ്പോ അത് ചെയ്യാനുള്ളൊരു ഭയം നമ്മുടെ മഹേഷ് കുഞ്ഞുമോനെ വിചാരിക്കുമ്പോ പേടിയാവൂല്ലേ? ഇത്രയും പെർഫെക്ഷനോടുകൂടി വരുന്ന ഒരാളെ. പിന്നെ സിദ്ദീഖ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ എല്ലാം ഫ്ലവേഴ്സിന്റെ നിർമ്മിതികളാണ്. അപ്പൊ അതുപോലെ ഞാൻ ഇവരൊക്കെ കാണുമ്പോൾ പേടിയാണ് ഇപ്പൊ ചെയ്യാൻ. പണ്ട് പ്രേം നസീർ സാർ, അല്ല, അവർക്ക് ഒരു കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്ത മിമിക്രി അവർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. വേറൊരു കാര്യം സാർ, അവർക്കൊന്നും പാട്ടില്ല, മിമിക്രി മാത്രം. ഇത് പറച്ചില്, പാട്ട്, മിമിക്രി, ഇത് എല്ലാം കൂടിയാണ് മൊത്തം ടോട്ടൽ പാക്കേജ്. അത് ഞങ്ങൾ രണ്ടാളും അങ്ങനെ തന്നെ. അങ്ങനെയാ അല്ലേ? ഞങ്ങൾ കുറെ ടോട്ടൽ പാക്കേജ് സ്റ്റേ പോകാറുണ്ടോ? ഞങ്ങള് ഗൾഫ് ഷോണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. ആണല്ലേ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിമിക്രി ഒന്ന് നോക്കാം. പ്രിയപ്പെട്ട SK, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനും. വിനോദേട്ടൻ്റെ കൂടെ ഞാൻ പണ്ട് മുതലേ മിമിക്രിയിലൂടെയും കലാപരമായ മറ്റു പരിപാടികളിലൂടെയും ആസ്വദിച്ചിട്ടുള്ള എൻ്റെ പ്രിയ നാട്ടുകാരനോടൊപ്പം ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായി കരുതുന്നു. ഇതാരെ അവതരിപ്പിച്ചു? അങ്ങനുണ്ട്. ഇത് പറയാൻ വേണ്ടി ഇത് പറയാൻ അങ്ങനെയാണ് ഈ ചെയ്യേണ്ടത്. KP ഉമ്മറാന്ന് പറഞ്ഞു. KP ഉമ്മർ. ഇതിന്റെ ഇടയിൽ കയറി പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ പറയും? കറക്റ്റ്. അത് SK. ഓക്കെ, അപ്പോ ഇനി KP പറയും. ഈടോ വിനോദേ, ഞാൻ തന്നെ കണ്ട് 10 പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്താ താനിപ്പൊ സംഭവിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കൂടെ എന്റെ പെരടിക്ക് കൊണ്ടുവച്ച് വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിതൊക്കെ ഡയലോഗിൽ പറഞ്ഞതല്ലാതെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഓക്കെ, നിങ്ങള് പാടിയ പാട്ടുകളിൽ ഏറ്റവും ഷാഫിയുടെ ഒരു സ്റ്റാമ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞ പാട്ട് ഏതാ? എന്റെ വൈഫിന് വേണ്ടി ഞാൻ എഴുതിയിട്ടുള്ള. വൈഫ് നേരത്തെ തേച്ച പാർട്ടി അതല്ല, ഇത് ഒറിജിനൽ. അതിലേക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ വെച്ച് ഞാനിനി അങ്ങോട്ട് പോണ്ട, ഇവിടെ അങ്ങനെ വീടെടുത്ത് താമസിക്കേണ്ടി വരും. അല്ല, മറ്റേ എനിക്കൊന്ന് അങ്ങോട്ടും മിക്കവാറും നടക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്റെ ഫസ്റ്റ് സോങ് ആളുകൾ എന്റെ ശബ്ദം അറിയുന്നത് അതിലൂടെ ആയിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പിച്ച സുന്ദരി നീ വന്നു ഗസലായി ഹരി ക്ലബ്സിന്റെ ബാനറിൽ ഇറങ്ങിയ ആ സമയത്തൊക്കെ കോഴിക്കോടൊക്കെ തരംഗമായിരുന്നു. അപ്പൊ ഞാന്
അതിപ്പോഴും സ്റ്റേജുകളിൽ പാടാറുണ്ട്, ആളുകൾ റിക്വസ്റ്റ് ചെയ്യാറുള്ള പാട്ടാണ്. എനിക്കും എൻ്റെ ഏറ്റവും ഇഷ്ടമാ? ഫേവറേറ്റിലായി ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്. ഒരു രഹസ്യം കൂടി പറയാം, അതിൽ ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ട്, കോപ്പി റൈറ്റ് ഉണ്ട്, പാടാം ധൈര്യമായിട്ട്. കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച പാട്ടാന്നറിയുന്നത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ശരിയാണോ കോവൂര്? പിന്നെ കുറെ പെൺകുട്ടികളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറാൻ ഈ പാട്ട് ഉപകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്ക് കടന്നു കയറാൻ? മൂപ്പരെ പോലെ കുറെ കാമുകന്മാർക്ക് അല്ലേ. ഞാൻ ഓൾറെഡി ഒരാളെ ഹൃദയത്തിൽ കിടന്നു, ഇനിയിപ്പോ അവിടുന്ന് മാറാൻ കഴിയില്ല. അതങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ. അന്നത്തെ കാലത്തൊക്കെ ഷാഫി അവിടെ കോളേജുകളിലൊക്കെ പോയി ഉദ്ഘാടനം ചെയ്ത ഈ പാട്ടായിട്ട് പാടുമ്പോണ്ടല്ലോ, കുട്ടികളിങ്ങനെ ഇളകി മറിയാണ്, ലഹരി പടരുകയാണ്. അന്നൊന്നും മൊബൈലൊന്നും അത്ര ഇതില്ല അല്ലേ, വൈറലാവുന്ന കാലമല്ലല്ലേ? അതുകൊണ്ട് മഹാഭാഗ്യം. കുടുംബമൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നത് അല്ലേ? നമ്മളത്ര ഡീറ്റെയിൽ കുട്ടേട്ടൻ വിളിക്കുന്ന കുട്ടിയേട്ടൻ എന്തോ വിളിക്കുന്നു ഷാഫി? വിനോദ് കോവൂർ, താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? കേരളത്തിൽ താങ്കൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആധാർ കാർഡ് കാണിക്കേണ്ടത് താങ്കൾക്ക് മാത്രമാണ് എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു. എന്താണ് കാരണം? അല്ല, അതെന്താ സാറേ, എം.എ.ടി. മൂസ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്ത് എം.എ.ടി. മൂസയിൽ ഞാൻ മൂസയായിട്ട് അഭിനയിക്കണം, മറുമായത്തിൽ ഞാൻ മൊയ്തുമായിട്ട് അഭിനയിക്കണം. അപ്പോ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഞാൻ ഇസ്ലാമാണ്, ഞാൻ ശരിക്കും മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ച എത്രയോ ആളുകളുണ്ട്. അപ്പൊ ആ സമയത്ത് ഏറ്റുമാനൂരില് ഒരു ഫിലിമിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഞാൻ ഇതുവരെ തൊഴുതിട്ടില്ല. അപ്പൊ ഒരു ദിവസം രാവിലെ ഷൂട്ടിങ് 11 മണിക്ക് തുടങ്ങുന്നപ്പോൾ ഞാൻ രാവിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയതാ. ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പൊ തന്നെ എനിക്ക് ചിരി വന്നു. അതെന്താ? അല്ല, ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ കയറുള്ളൂ, നിങ്ങൾ പുറത്തുനിന്ന് കണ്ട് തൊഴുതോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഉള്ളിലേക്ക് കയറാം. അയ്യേ, നിങ്ങൾക്ക് കയറാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഞാൻ വിനോദാണ്. നിങ്ങൾ മൂസയാണ്, നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന്. ഞാൻ ആദ്യം ഇയാള് തമാശ പറയാന്ന് വിചാരിച്ചേ, പിന്നെ ഇയാള് സീരിയസാ. ഞാൻ കയറാൻ നോക്കുമ്പോൾ ഇയാൾ എന്നെ തടയണു. സീരിയസ് ആണ്, മനസ്സിലായി. നിങ്ങൾ ഉള്ളിലേക്ക് കയറിയല്ലേ, പിന്നെ ഇവിടെ ഒരുപാട് ക്രിയകളൊക്കെ ചെയ്യാണ്ട്, അതൊക്കെ വലിയ പ്രശ്നമാണ്, അതിന്റെ പൈസ ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിന്റെ ഇവിടുത്തെ സെക്രട്ടറി പ്രസിഡന്റ് ആയ ദേവസ്വത്തിന്റെ ആരെങ്കിലും ഇടയ്ക്ക് വിളിക്കൂ. എന്തിനാണ്? നിങ്ങൾ വിളിക്കൂ. അങ്ങനെ ദേവസ്വത്തിന്റെ ആൾക്കാർ വന്നപ്പോൾ അവര് വിനോദ് കൗരെ ഞാൻ പറഞ്ഞത് ഇയാൾ എന്നെ അമ്പലത്തിൽ കയറ്റുന്നില്ല. ഇത് അപ്പോഴേ ഞാൻ എന്റെ പോക്കറ്റ് പേഴ്സ് എടുത്തിട്ട് എന്റെ ആധാർ കാർഡ് വിനോദ് കുമാർ MC എന്നാണ് എന്റെ പേര്, നക്ഷത്രം ആയില്ലാണ്, എനിക്കൊന്ന് കേറിക്കൂടെ. അപ്പോഴാണ് ഇയാളെ ഈ സെക്യൂരിറ്റിയുടെ തോളിക്കായിട്ട് എന്തത്, അയാള് വിനോദാണ്, അയാള് മൂസയായിട്ട് അഭിനയിക്കണല്ലേ. പിന്നെ ഇയാൾ എന്നെ തൊഴുകയാണ്. സോറി ട്ടോ, ഞാന് എന്റെ ഭാര്യയൊക്കെ പറഞ്ഞു നിങ്ങൾ ഇസ്ലാമാണെന്ന് അങ്ങനെ ധരിച്ചോ. ഓക്കെ, അത്രയുണ്ട് മൂസ മൂത്തിട്ട്. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോഴുണ്ട് സാറേ. ഗുരുവായൂർ അമ്പലത്തിൽ ഭാര്യയും കൊണ്ട് തൊഴാൻ ചെന്നാൽ ഏതെങ്കിലും 2-3 ഫാമിലി വന്നിട്ട് ചോദിക്കും നിങ്ങൾ ഇങ്ങോട്ട് കയറിയത് ആരും കണ്ടിട്ടാവില്ലായിരിക്കൂലേ. അപ്പൊ എന്തേ അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ള, ഇങ്ങളെ കയറിയത്. അപ്പോഴും ഞാൻ അവരുടെ എനിക്കൊന്ന് ഈ M.I.T. മൂസയുടെ അവതരണവും എല്ലാം അതല്ലേ ഏതാണ്ട് ഒരു ശുദ്ധ മുസ്ലിമിന്റെ എല്ലാ രീതിയിലും. അല്ല, അതിപ്പോ ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് 8 വർഷമായി. പക്ഷെ ഇന്നും ആളുകളുടെ മനസ്സിൽ ആ കഥാപാത്രം പോയിട്ട് ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നെ 2 വഴിക്കായോണ്ടാണോ അത് പിന്നെ തുടങ്ങാൻ? സുരഭിയും സുരഭി ഒരുപാട് തിരക്കായി. അവളിങ്ങനെ പിന്നെ അവൾക്ക് ഇങ്ങനെ ദേശീയ ലെവലിൽ പോയി. അതെ, മിനി സ്ക്രീനിലേക്ക്. നമ്മൾ പ്രാദേശിക ലെവലിൽ തന്നെ, നമ്മൾ പ്രാദേശിക നമുക്കത് നമ്മളത് വിട്ടു പിടിക്കുന്നില്ല അല്ലേ. ഈ കോവൂരിന്റെ എനിക്കൊന്ന് അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരായിരുന്നു അല്ലേ. കോവൂരിനെ അങ്ങനെ ആക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പരമായ ലക്ഷ്യം. അവർക്ക് 2 പേർക്ക് എന്നെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആക്കാനായിരുന്നു ആഗ്രഹം. ഞാൻ അതിനകത്ത് സ്കിപ്പ് ചെയ്ത് PSC ടെസ്റ്റ് എഴുതാനൊക്കെ എനിക്ക് കാശ് തന്നിട്ട് വിടും അച്ഛൻ. PSC ടെസ്റ്റ് ചെയ്ത് വരാൻ ബാങ്ക് ടെസ്റ്റ്. ഞാൻ ആ പൈസ കൊണ്ട് സിനിമയ്ക്കാ പോവുക. എന്നിട്ട് കറക്റ്റ് പരീക്ഷ കഴിഞ്ഞ സമയമാകുമ്പോൾ വീട്ടിൽ വരും. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി. അങ്ങനെ പറ്റിച്ച അവസാനം കുഞ്ഞുണ്ണി മാഷ് വരേണ്ടി വന്നു വീട്ടില്, എന്നെ എന്റെ റൂട്ടിലേക്ക് പറഞ്ഞു വിടാൻ. കുഞ്ഞുണ്ണി മാഷോട്ട് എങ്ങനെയല്ലോ കുഞ്ഞുണ്ണി മാഷ് വീട്ടിലേക്ക് വന്ന് താമസിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് എനിക്കല്ല, അത് വളരെ ആകസ്മികമായിട്ടുണ്ടായ ഒരു ബന്ധം. കുഞ്ഞുണ്ണി മാഷ് വീട്ടിനടുത്ത് ഒരു സ്കൂളിൽ എന്നെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചാണ്. വലപ്പാട്. അന്ന് മാഷയുടെ ഉദ്ഘാടകനും ഞാൻ മുഖ്യാതിഥിയും. ഞാൻ ആദ്യമായിട്ട് മാഷെ കാണുകയാണ്. അപ്പൊ മാഷ് ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു ഇനി കോഴിക്കോട് നിന്ന് ഒരു വിനോദൻ വന്നിട്ടുണ്ട്, അവൻ നിങ്ങളെ വിനോദിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് മാഷ് ഇറങ്ങി പോയിട്ട് കുട്ടികളവിടെ ബെഞ്ചിലവിടെ പോയിരുന്നു കാണിയായിട്ട്. പിന്നെ എന്റെ കൂടെ അല്ലേ, എനിക്ക് മുട്ടിങ്കാലൊക്കെ വരച്ചു, കുഞ്ഞിന് മാഷ മുന്നിലാണല്ലോ. പക്ഷെ ഞാൻ നല്ല ധൈര്യത്തില് ഞാൻ എന്റെ നമ്പറുകൾ എടുത്ത കണ്ട് കാച്ചി കുട്ടികൾക്ക് മിമിക്രി, നാടൻപാട്ടും കടങ്കഥകളൊക്കെ ആയിട്ട് ഒരു 45 മിനിറ്റ്സ് ഞാൻ അങ്ങോട്ട് എന്റർടൈൻ ചെയ്തു. അലക്കി മാഷ് സ്റ്റേജിൽ കയറി വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നോടൊന്ന് തല മുമ്പിടാൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് മൈക്കെടുത്തിട്ട് മാഷ് ഇപ്പം മിടുക്കനാട്ടാ, ഇവന്റെ പേര് വിനോദെന്ന് ഇട്ടത് വളരെ അനർത്ഥമാണ്, അത്രയേറെ നിങ്ങളെ വിനോദിപ്പിച്ചിട്ടുണ്ട്, ഞാനും നന്നായിട്ട് ആസ്വദിച്ചു എന്ന് പറഞ്ഞിട്ട് മാഷ് എന്നെ കൂട്ടി കൊണ്ടുവന്ന് നേരെ മാഷിന്റെ വീട്ടിലേക്കാണ്. മാഷ് എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെയും ഒരു കോപ്പി സൈൻ ചെയ്തിട്ട് എനിക്ക് തന്നു. ഇന്നു മുതൽ നമ്മൾ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു.
പിന്നെ അന്നൊക്കെ ഒരു മഞ്ഞ കാർഡുണ്ട്, 15 പൈസയുടെ കാർഡ്. ഈ കാർഡിലാണ് കത്തെഴുത്, ഇടയ്ക്കിടയ്ക്ക് കത്തെഴുതും. ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്, വിനോദ് എന്നെ കാണാൻ വരണം, കൽപ്പക ഓഡിറ്റോറിയത്തിൽ ഒരു ചടങ്ങിന് പങ്കെടുക്കും. അപ്പം ഞാനവിടെ ചെല്ലും, സാറിനെ കാണും, എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും, സാർ തിരിച്ചു പോകും. അങ്ങനെ ഇങ്ങനെ ബന്ധങ്ങൾ. പിന്നെ ചില ചടങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ സാറിനെ തൃശ്ശൂർ വരെ കൊണ്ടാക്കും. അപ്പൊ ട്രെയിനിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആളുകളൊക്കെ വന്നിട്ട് മാഷ് ഇതാരാന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയും എൻ്റെ മോനാ എന്ന് പറയും. എത്ര പേരുടെ ഒരു മാഷ് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ഭയങ്കര സന്തോഷം മാഷ് അങ്ങനെ പറയുമ്പോൾ എൻ്റെ മോനാന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ മാഷും പെങ്ങളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഒരു ദിവസം കൊണ്ടാക്കി വരും, വിനോദേ ഇനി ഞാൻ കോഴിക്കോട് വരുമ്പോൾ ഞാൻ വിനോദിൻ്റെ വീട്ടിലൊന്ന് വരും കേട്ടോ. അപ്പം പെങ്ങൾ പറഞ്ഞു അതൊന്നും ഇല്ലട്ടോ വിനോദേ, വെറുതെയാ, വീട് വിട്ട് വേറെ ഒരു വീട്ടിൽ മാഷ് പോവില്ല, കാരണം ഇഷ്ടം പോലെ മരുന്നിൻ്റെ അവിടെ കഴിക്കുക, നീ നോക്കിക്കോ വിനോദിൻ്റെ വീട്ടിൽ ഞാൻ പോവും എന്നൊരു കാര്യം പറഞ്ഞു. മാഷ് അത് അതേപടി പിന്നെ പാലിച്ചു. വീട്ടിനടുത്ത് ദേവഗിരി കോളേജ് ഉണ്ട്, ഈ കോളേജിൻ്റെ ഫൈൻ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞതാ ഇതെൻ്റെ മോൻ്റെ വീടാണ്, ഇവിടെ എന്നെ കൊണ്ടാക്കണം, വിനോദ് കോവൂർ എന്നാണ് പേര്, അഡ്രസ്സ് കൊടുത്തു. കുട്ടികൾ നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. ഞാനന്ന് വീട്ടിലില്ല, ഞാൻ കണ്ണൂർ ഒരു പ്രോഗ്രാമിന് വരിക. അച്ഛനും അമ്മയും ഞെട്ടി. കാരണം അച്ഛനും അമ്മയുടെ ഒക്കെ ഞാൻ എപ്പോഴും കുഞ്ഞിനുമാഷ കാര്യം പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു എന്നെ വിലയില്ലായിരുന്നു. അന്ന് കുഞ്ഞിനുമാഷ എവിടെ എൻ്റെ മോൻ എന്ന് ചോദിച്ചാ കുഞ്ഞിനുമാഷ വീട്ടിലേക്ക് കയറി വരണേ. അങ്ങനെ കുഞ്ഞിനുമാഷ ഇരുത്തി. ഞാൻ ഒന്ന് പോണില്ല കേട്ടോ, ഞാൻ ഒന്ന് വിടുക, ഞാൻ നിന്റെ മോൻ്റെ കൂടെ തങ്ങുക, നാളെ അവൻ എന്നെ കൊണ്ടായിക്കോളും. അപ്പൊ അച്ഛൻ പറഞ്ഞു അവനെ കണ്ണൂർ ആവാൻ വരട്ടെ, നമുക്കിവിടെ ഇരിക്കുക. അങ്ങനെ വീട്ടിനടുത്തുള്ള ആളുകളൊക്കെ വീട്ടിൽ വന്ന് കുഞ്ഞിന് മാഷെ കൊണ്ട് മക്കളെ കൊണ്ട് നാവൽ എഴുതിപ്പിക്കണു, അനുഗ്രഹം വേണ്ടി കുഞ്ഞിന് മാഷ് പാട്ട് പാടി കൊടുക്കണു. അങ്ങനെ അന്ന് ഏറ്റവും വലിയ രസമാണ്, അന്നൊന്നും മൊബൈലും ഫോണൊന്നും ഇല്ല, വീട്ടിലെ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. ഞാൻ രാത്രി ഒരു 10 മണിക്ക് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരാൾക്കൂട്ടം, മുറ്റത്ത് കുറേ ആളുകൾ ഇങ്ങനെ കൊലായിലേക്ക് നോക്കിയിരിക്കണം. എൻ്റെ കൈയും കാലും കുഴഞ്ഞു. അച്ഛനും അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലാണ്ട് അപ്പം ഇങ്ങനെ ആൾ കൂടി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വീടിനടുത്ത് എത്തിയപ്പോൾ ആളുകളൊക്കെ കൈയടിക്കണം. അപ്പം സമാധാനമായി, ഡെഡ് ബോഡീന് മുന്നിൽ ആരും കൈയടിക്കൂല. കയറി ചെന്നപ്പോൾ കുഞ്ഞിന് വന്നല്ലോ എൻ്റെ മോൻ എന്നാണ് മാഷ് പറഞ്ഞത്. അന്ന് എൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങി. പിറ്റേന്ന് ഞാനവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ട്യൂട്ടോറിയൽ കോളേജിൽ വന്നു, അവിടുത്തെ കുട്ടികളെ മുഴുവൻ അനുഗ്രഹിച്ചിട്ടാണ് മാഷ് ഞാൻ തൃശ്ശൂരിൽ കൊണ്ടുവിടുന്നത്. അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് കൂടിക്കാഴ്ച. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ കുഞ്ഞിന് മാഷോട് പറഞ്ഞൊരു കാര്യമാണ്, മാഷെ ഇവൻ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല മാഷെ, ഇവനൊരു പെണ്ണ് കെട്ടണ്ടേ മാഷെ, ഇവൻ പരീക്ഷ ഒന്നും എഴുതാൻ പോകുന്നില്ല മാഷെ, ഇവൻ ഇങ്ങനെ മാഷൊന്നും ഉപദേശിക്കും. അപ്പോൾ മാഷൻ്റെ അമ്മയോട് പറഞ്ഞു നിങ്ങൾ ഇവൻ എന്താ പേരിട്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞിങ്ങനെ വിനോ അതാണ് കുഴപ്പമായത്, ആ പേരിടാൻ പാടില്ലായിരുന്നു. അവൻ ആ പേര് അനർത്ഥമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത്. അവനങ്ങനെ ഒരു ജോലിക്ക് നിർബന്ധിക്കണ്ട, അവനെ അറിയപ്പെടുന്ന കലാകാരനായിട്ട് മാറും. ഇത് ഞാനാ പറയണേ, അവനങ്ങൾ തുറന്നിട്ട് വിട്ടോളൂ, വേറെ ഒരു ജോലിക്ക് നിർബന്ധിക്കണ്ട. ഞാൻ മാഷിൻ്റെ കാൽക്കിലേക്ക് കൊണ്ട് വീണു. അന്ന് മുതലാണ് എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഗ്രീൻ സിഗ്നൽ തന്നത്. ഇന്നും സ്വർഗത്തിലിരുന്ന് കുഞ്ഞിന് മാഷ് ഈ കഥ ഉണ്ടാവണം. കാരണം എന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറ്റിയതും കുഞ്ഞിന് മാഷാണ്. കാരണം ഞാനൊരു അധ്യാപകനാവാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ കുഞ്ഞിന് മാഷ് പറഞ്ഞു നീ അധ്യാപകനാവരുത്, അധ്യാപകനായ നിന്നെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ ഉപകരിക്കുള്ളൂ, നീ ഒരു പരിശീലകനാവുക, അപ്പം നിനക്ക് കേരളത്തിലെ എല്ലാ കുട്ടികളെയും പോയി കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ പരിശീലകനായത്. നമുക്കൊരു കാര്യമല്ലോ, ആ കുഞ്ഞുണ്ണി മാഷ് അന്ന് ഇവിടെ നിന്ന് കേട്ടൊരു സാധനം ഉണ്ടല്ലോ, ഒരു നാടൻ പാട്ട്, വലപ്പാട് അല്ലേ, അത് നമുക്ക് ഒരു പീസ് അല്ലേ, പീസാണല്ലോ ഇപ്പൊ എന്റർടൈൻ ചെയ്യിക്കലിന്റെ ഭാഗമാണ് ആ നാടൻപാട്ടും കൂടെ. അതിവിടെ എന്തായാലും വേണമല്ലോ, വേണം. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ പ്രസീത ചാലക്കുടിയില്ലേ നാടൻപാട്ടുകാരി, അവള് പാടി ഹിറ്റാക്കിയ ഒരുപാട് പേര് പാടുന്നുണ്ട്. പ്രസീത ചാലക്കുടി പാടിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആ പാട്ട് എനിക്ക് ഇഷ്ടമായി. ഞാനിപ്പോ അത് സ്കൂളിലൊക്കെ പോയ കുട്ടികൾക്ക് പാടിക്കൊടുക്കും. ആ പാട്ടൊന്ന് പാടാം. ചാലക്കുടി തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.
കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ഓക്കെ സൂപ്പറായി. ആ കുഞ്ചി അതിൽ പറഞ്ഞ ആ തുഞ്ചമ്പറമ്പൊക്കെ വന്നപ്പം ആ. ഒരു കുഞ്ഞിനി മാഷിന്റെ ഒരു ഒരു ടച്ച് ടച്ച് വന്നു. പറയൂ കുട്ടേട്ടാ. കൊല്ലം ഷാഫി, ആ താങ്കൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ പ്രച്ഛന്ന വേഷം മത്സരത്തിന് സ്റ്റേജിൽ കയറിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കുന്നതാ പഠിച്ചത്? കുട്ടേട്ടൻ ശരിക്കും പറഞ്ഞാല് കുട്ടേട്ടൻ കലാകാരനാ. വല്ലാത്തൊരു ഗവേഷകനാണ്. ഗവേഷകൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ, വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് കുട്ടേട്ടനെ എല്ലാരും. എന്താ സംഭവിച്ചെന്ന്? ഞാന് ഈ പ്രച്ഛന്ന വേഷത്തിന് പങ്കെടുക്കണം, പാട്ടിനൊന്നും പങ്കെടുക്കാൻ എനിക്ക് പേടിയാ. കാരണം മറ്റ് നമ്മളെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള പാട്ടുകാരും മിമിക്രിക്കാരൊക്കെ ഉള്ളപ്പം ആകെ പറ്റാവുന്നത് പ്രച്ഛന്ന വേഷത്തിൽ ഒരു കൈ നോക്കാന്നാണ്. അപ്പൊ എൻ്റെ കൂടെയുള്ള പ്രവീൺ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ് നീ നല്ലൊരു സംഭവം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പം എനിക്ക് വേണ്ടി അതിന് കോസ്റ്റ്യൂം വാങ്ങിക്കാൻ പോയ എൻ്റെ സുഹൃത്ത് വേറെ ആളോട് കടം വാങ്ങിയിട്ട് കൊണ്ടുവരികയാണ്. അവൻ നേരം വൈകി. അപ്പൊ ചെസ് നമ്പർ എൻ്റെ അടുത്ത് വിളിക്കാറായി. അപ്പൊ ഇവൻ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, കുറച്ച് കരിവാരി തേച്ച് നമുക്ക് കാട്ടാളനാ സ്ഥിരം ഈ പ്രച്ഛന്ന വേഷത്തിൽ കാണുന്ന സാധനം ഞാൻ ചെയ്തു തരാം, നിന്നെ ഞാൻ ഇപ്പൊ ശരിപ്പെടുത്തി തരാന്നാണ്. ഇവൻ ഓടിപ്പോയി മാവിന്റെ മുകളിൽ നിന്ന് കുറെ ഇലകളൊക്കെ പറിച്ച് സെറ്റാക്കി കാറിന്റെ മുകളിൽ സെറ്റാക്കിയിട്ട് എനിക്ക് കെട്ടിത്തന്നു. ഞാൻ ഇത് വിട്ട് സ്റ്റേജും കയറിയതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ 4 കരണം മറിച്ചലും ഓട്ടവും കൂക്കിയും വിളിയാണ്. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാല് എനിക്ക് പക്ഷെ പ്രൈസ് 2ാം സമ്മാനം കിട്ടി കേട്ടോ. ആകെ 3 ആളെ മത്സരിച്ചുള്ളൂ. 2ാം സമ്മാനം എനിക്ക് കിട്ടി. കാരണം കാട്ടിൽ വളരുന്ന ഒരാള് സാധാരണ കാണിക്കുന്ന കുറെ സാഹസികതകളൊക്കെ ഞാൻ അവിടെ ഓട്ടോമാറ്റിക്കലി കാണിച്ചു. അതിന് വേറെ റിഹേഴ്സൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ വേണ്ടോളം പുളിയൻ ഉറുമ്പ്, ഈ ഞങ്ങളുടെ നാട്ടിൽ മീറെന്നൊക്കെ പറഞ്ഞ സാധനം, പ്ലാവിന്റെ ഇലയിൽ എപ്പോഴും കൂട് കിട്ടും. ഇവ ഈ ഇല അതിന്റെ കൂടടക്കാണ് പറിച്ചിട്ട് എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഇതുകൊണ്ടുള്ള കടിക്കാൻ തുടങ്ങിയത് മാത്രമല്ല പറയണ്ടേ, എവിടൊക്കെ പോയി കളിച്ചു. അതാണ് കുഞ്ഞനന്തന്റെ കട എന്നുള്ള സിനിമയില് വിനോദ് കോവൂർ അഭിനയിച്ചു. അവിടെ പോയപ്പോ എന്തൊരു സംഭവം ഉണ്ടായല്ലോ. അയ്യോ, അത് ചെറിയ വേഷമാണ്. പക്ഷെ അതിനകത്ത് ഞാൻ എന്നെ സിനിമയിലേക്ക് വിളിച്ചപ്പോ കൺട്രോളർ പറഞ്ഞു വിനോദ് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞാല് അവസരം നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാൻ അറിയുന്നു പറഞ്ഞു. എന്നാല് 4-ാം തീയതി ഷൂട്ടാണ്, അപ്പോൾ വരണം എന്ന് പറഞ്ഞു. ചെറിയൊരു വേഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4-ാം തീയതിക്ക് ഒരു 5 ദിവസമുണ്ട്. പിറ്റേ ദിവസം മുതൽ ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളെ അയാളെ ഓട്ടോറിക്ഷയുള്ള ഒരാളാണ്, അയാളുടെ കൂടെ പോയി ഞാൻ ഓട്ടോറിക്ഷ ഒന്ന് ഓടിച്ച് പഠിച്ചു. ഓടിക്കാൻ കാരണം ബൈക്ക് അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അയാൾ പറഞ്ഞ രീതിയിൽ നമുക്ക് ഓടിച്ചു പോകുന്നതാണ്. പക്ഷേ ഷൂട്ടിങ്ങിന് അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പം ഓട്ടോറിക്ഷയോടെ ചോദിച്ചു ഇതാണ് ഓട്ടോറിക്ഷ എന്ന്. അപ്പോൾ സംഭവം പെട്ടി ഓട്ടോയാണ്. പെട്ടി ഓട്ടോറിക്ഷയില്ലേ, സാധാരണ ട്രാവൽ ചെയ്യുന്ന ഓട്ടോറിക്ഷയല്ല. ഈ പെട്ടി ഓട്ടോറിക്ഷയിൽ നിറയെ വിറക് നിറച്ചു വെച്ചിരിക്കുക. അപ്പൊ ഈ വിറക് മമ്മൂക്കയുടെ വീട്ടിലെത്തിക്കുന്നത് എന്റെ ക്യാരക്ടറാണ്, ഞാനാണ് എത്തിക്കേണ്ടത്. ഈ മമ്മൂക്കയുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു കയറ്റമാണ്. കയറ്റം എന്ന് പറഞ്ഞാൽ താറിട്ട റോഡൊന്നല്ല, മണ്ണിട്ട കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞൊരു റോഡാണ്. ഈ റോഡിലൂടെ കയറ്റിയിട്ടാണ് ഞാനിത് മുകളിൽ എത്തിക്കേണ്ടത്. എന്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. കാരണം ഈ പെട്ടി ഓട്ടോ ആണെന്ന കാര്യം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ഉടനെ ഓട്ടോറിക്ഷക്കാരനെ ചോദിച്ചു, ചേട്ടാ ഇതിന്റെ ഇത് എങ്ങനെയൊക്കെയാ? ഞാൻ മറ്റേ ഓട്ടോ അത് കുഴപ്പമില്ല, അത് ഏകദേശം അതുപോലെ തന്നെയൊക്കെയാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞു തന്നു. സ്റ്റാർട്ടൊക്കെ ആക്കി ആക്ഷൻ പറഞ്ഞു. ഞാൻ ഓട്ടോ എടുത്തോണ്ട് പോയി. ഓട്ടോ ഇങ്ങനെ കയറി എന്നോടൊരു പൊസിഷൻ പറഞ്ഞു അവിടെ എത്തിയിട്ടാന്ന് നിൽക്കുന്നത്. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് ഓട്ടോ നിന്നുപോയി. ഓട്ടോ ഓഫായതും ഓട്ടോ പുറകോട്ട് വരാൻ തുടങ്ങി. കാരണം ഇത്രയും വെയിറ്റ് ഇട്ട് ഇപ്പോൾ ഓട്ടോയിലേ ഈ വിറക് മുഴുവൻ ഇരിക്കല്ലേ, പുറകോട്ട് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്താ എവിടെയാ പിടിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ചാടണമെന്നും അറിയില്ല. പക്ഷെ അപ്പോഴേക്കും അവിടെ ഈ ഷൂട്ടിംഗ് കാണാൻ വന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി. ഇവരെല്ലാം വന്ന് താങ്ങി പിടിച്ച് ഓട്ടോറിക്ഷയെ നിർത്തിച്ചിട്ട് എന്നോട് ഇറങ്ങാൻ പറഞ്ഞ് ഒറിജിനൽ ഡ്രൈവർ കയറി. അയാൾ സ്റ്റാർട്ടാക്കിയിട്ട് അയാൾ വീണ്ടും താഴോട്ടെ കൊണ്ടുവന്നു. അപ്പോൾ കൺട്രോളർ എന്താ വിനോദേ? ഞാൻ പറഞ്ഞു ഏട്ടാ ഞാനും മറ്റേ ഓട്ടോറിക്ഷ വെച്ച് പരിചയമുള്ളൂ, ആ റോട്ടിൽ കൂടെ ഇങ്ങനെ ഒരു കയറ്റത്തിലേക്കാണ് ഓടിക്കണമെന്ന്, അതും ഫുള്ള് വിറകുണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ. എന്താ ചെയ്യാൻ പറ്റുമോ? അവന് ചെയ്യാം. ഷാഫിയാണെ താർത്തന്നെ അല്ലേ, കലക്കി കുടിച്ചാളല്ലേ. എത്ര കാലം ഓടിച്ചു ഓട്ടോറിക്ഷ? നൈറ്റ് ഷിഫ്റ്റില് 1-1.5 കൊല്ലം. അല്ല എല്ലാം നൈറ്റ് ഷിഫ്റ്റ് അല്ല, അത് ആ മുതലാളി ഉണ്ടായിരുന്നപ്പോഴാണ്. ഞാൻ ഈ പറഞ്ഞ ഗുഡ്സ് കുറെ ഓടിച്ചിട്ടുണ്ട്. ലജ്ജാവതി എന്ന് പേരുള്ള ഒരു ലജ്ജാവതി അന്ന് ആ സോങ് ഇറങ്ങിയ ലജ്ജാവതി. ഓ ആ സമയം അല്ലേ. എന്നിട്ട് ഇത് പിന്നെ റീടേക്ക് എടുത്തപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ചു, കറക്റ്റ് കുറച്ചു നിർത്തി. മമ്മൂട്ടിയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നന്നായി, അതപ്പം നന്നായി. അല്ല അപ്പൊ നമ്മുടെ ഓട്ടോറിക്ഷ കാലം എങ്ങനെ ഉണ്ടായിരുന്നു?
വളരെ നമ്മുടെ മനോഹരമായിരുന്നു. സുന്ദരി എന്നുള്ള പേര് പോലെ ഓട്ടോറിക്ഷ പോലെ അല്ലേ ലജ്ജാവതി? ഞാനേ ആ ഇതിനകത്ത് കേറുന്നവരെ ബോധ്യപ്പെടുത്താനല്ല, അതിന്റെ അകത്ത് പാട്ട് പെട്ടിയൊന്നുമില്ല. ആ. അപ്പൊ ഞാൻ ഒച്ചത്തിൽ പാടുക ചെയ്യാ. അപ്പൊ ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലര് പകുതി വയല് നിർത്തി ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കോളാന്നുള്ള ലെവലിലുണ്ടാക്കുക. അപ്പൊ പിന്നെ ഞാൻ നിരാശനാവും. എനിക്ക് ഈ പാട്ടിലൊന്നും മുന്നോട്ട് അല്ല, ഭാവിയില്ല. ഈ ഓട്ടോറിക്ഷ ഓടിച്ചപ്പോ യാത്രക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പാട്ട് നമ്മൾ പാടും. ഞാൻ പാടാം. അത് ഫ്രീ അതെ അതെ അല്ലേ? അതിന് ശരിക്കും ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണം അതെ, ഇത് അതെ. കേട്ടിരിക്കുന്നവർക്ക്. മാത്രല്ല അതിൽ ഇറങ്ങിപ്പോയ ആൾക്കാരെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? അവരുടെ മുന്നിൽ നമുക്കിപ്പോ അവരുടെ നാടിന്റെ പ്രതിനിധിയായിട്ട് ഒരു ചെറിയ കലാരംഗത്ത് പാട്ടുകാരനായി നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഷാബി ഒരു തിരുവനന്തപുരത്ത് ഒരു ആരാധകന്റെ വീട്ടിൽ പോയി താമസിച്ചു. അവിടെ എന്തോ കൊണ്ട് ഷോപ്പിച്ച് താമസിച്ചതല്ലാതെ സംഭവം എന്താ അറിയോ? 2 മാസം മുമ്പ് പരിപാടി ബുക്ക് ചെയ്തു. അപ്പൊ പരിപാടി ബുക്ക് ചെയ്ത് തൊളിക്കോട് ഭാഗത്താണ്. അപ്പൊ അന്ന് മുതലേ എൻ്റെ അടുത്ത് ഒരാള് സ്ഥിരം വിളിക്കും, എന്റെ നമ്പർ വാങ്ങിച്ചിട്ട്. അത് ഇങ്ങനത്തെ ഫോണൊന്നുമില്ല, സാധാ ഫോൺ. 2006 കഥയെ പറയുന്നത്. അങ്ങനെ പിന്നെ പുള്ളി വിളിച്ചിട്ട് പറയാം, എൻ്റെ മോൻ ഇത്രമേൽ ഒരു സിനിമാ നടർ പോലും ആരാധിച്ചിട്ടില്ല ഷാഫി ഭായി, നിങ്ങളെ വരവും കാത്തിരിക്കുകയാണ്. അപ്പൊ പുള്ളിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നതും വലിയൊരു തുക. അപ്പൊ മോനെ വിചാരിച്ചിട്ടാണ്. അപ്പം ബിൽഡപ്പ് ചെയ്ത് ഡെയിലി പറയും CD എല്ലാം വാങ്ങിക്കും. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള അപ്പോഴത്തേക്ക് ഒരു 10-12 CD നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ CD വാങ്ങിച്ച് നിന്റെ ഫോട്ടോ വെട്ടി പുസ്തകത്തിൽ ഒട്ടിച്ച് 8ാം ക്ലാസ് പഠിക്കുന്ന മോനാ. അപ്പോൾ അവന് നീ എന്ന് പറഞ്ഞാൽ പറയേണ്ട ഷാഫി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് 2 മാസം തികയുന്നു, നമ്മൾ അവിടെ എത്തുന്നു. അപ്പോൾ നേരെ ഇവരെ വീട്ടിൽ അക്കോമഡേഷൻ ഹോട്ടലൊന്നും ആക്കണ്ട, നേരെ ചെല്ലുക, അവിടെ റെസ്റ്റ് ചെയ്യുന്നു, ഫ്രഷ് ആവുന്നു. റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പരിപാടിക്ക് സാവധാനം പോകാന്നുള്ള. അപ്പം നാട്ടുകാരൊക്കെ ഉണ്ട്, അയൽവാസികളുണ്ട്. എൻ്റെ കൂടെ വന്ന ഓർക്കസ്ട്രക്കാരോടൊക്കെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മുതൽ പറയുന്നുണ്ട്, ഇത് ഇന്നടുത്ത ഒരാൾ, അതും തിരുവനന്തപുരം ജില്ലയിൽ. സാധാരണ മാപ്പിളപ്പാട്ട് അല്ലെ ആൽബം ഒക്കെ കേൾക്കുന്ന ആൾക്കാർ ആരാധനയൊക്കെ മലബാറിലെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഇത് വിചാരമൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരാള് തെക്ക് നമ്മളെ കാത്തിരിക്കല്ലേ. ഞാൻ വൻ പ്രതീക്ഷയിൽ അവൻ്റെ മുന്നിലേക്ക് ഒരു കിടിലൻ, അതുവരെ യാത്രയിലിട്ട കുപ്പായൊക്കെ മാറ്റി പുതിയ കുപ്പായൊക്കെ ഇട്ട് പോസ് ചെയ്തിട്ട് അടിപൊളി നമ്മളെ മൈൻഡില് മമ്മൂട്ടി. അപ്പൊ അവിടെ ചെന്നിട്ട് ഇറങ്ങുമ്പോ ഇവൻ ഓടി വരുന്നതും കാണുന്നതും സ്തബ്ധനാന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുക. ഞാനവിടെ ചെന്ന് അപ്പം അകത്തുനിന്ന് ഇവനെ ഈ പെണ്ണാണാൻ വന്ന ആളിന്റെ മുന്നിലേക്ക് പെൺകുട്ടീനെ അയക്കും പോലെ, ചെല്ലങ്ങോട് എന്തിന് നീ ചോദ്യം എന്തെങ്കിലും ചോദ്യം തരുന്നു. അങ്ങനെ എല്ലാരും കൂടെ കൂടി നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ ക്യാമറമാനൊക്കെ വിളിച്ചിട്ടുണ്ട്, നിൽക്കാണ്. ചോദിക്കുന്നു പറഞ്ഞ് അവസാനം ചെക്കൻ എന്നോട് അണ്ണ എന്റെ പേരെന്തര്? ഞാൻ അവിടെ ഉരുകി, ഞാൻ ഇങ്ങനെ അങ്ങ് ഭൂമി വളർന്ന അടിയിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചു. അത്രയും നാണം കിട്ടില്ലേ ഇനി എന്ത് കേൾക്കാൻ? ഇത്രയും അല്ല, ഇവന്റെ വായിന്ന് അന്നേരം അതേ വന്നുള്ളൂ. ഇവരെല്ലാരും പ്രഷർ ചെയ്തിട്ടേ ഇവൻ ഒരു നാണക്കാരനാണ്. ഇവൻ സംഗതിയൊക്കെ ഉള്ളതാണ്, അവന് എന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറാക്കിയപ്പോ പെട്ടെന്ന് അണ്ണന്റെ പേരൊന്നും ചോദിക്കണ്ടായില്ല. വിനോദ് കോവൂർ, താങ്കൾ കുറെ നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് ഡോക്ടേഴ്സ് മീറ്റിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. ഡോക്ടേഴ്സ് എല്ലാം കൂടി താങ്കളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, മുഴുവൻ കാശും തന്നിരുന്നു എന്നും കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? ഡോക്ടറെ കൊല്ലാൻ നോക്കി. അതാണ് അല്ലേ. ഇഷ്ടംപോലെ കോമഡി ഷോ ചെയ്യുന്ന സമയം അന്ന് 2-man ഷോ ഒക്കെയാണ്. 1-man ഷോയ്ക്കും പോവും, 2-man ഷോ ഉണ്ട്. അപ്പൊ അന്ന് ദേവരാജ് ആണ് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി പോയി പല സ്ഥലത്തും ഇങ്ങനെ കോമഡി ചെയ്യാറുണ്ട്. അപ്പൊ ഡോക്ടേഴ്സിന്റെ ഒരു ഗെറ്റ് ടുഗദറിലേക്ക് എന്നെ വിളിച്ചു. ഒരു ഡോക്ടറെ, എന്നെ അറിയുന്ന ഒരു ഡോക്ടറെ വിളിച്ചത്. ഒരു 10-60 ഡോക്ടർമാരുണ്ട് വിനോദേ. അവരൊന്ന് കുറച്ച് നേരം എന്റർടൈൻ ചെയ്ത് നിങ്ങളെ കുറച്ച് കോമഡിയൊക്കെ ഒന്ന് ചെയ്യണം. ചെറിയൊരു ഹാള്, 2 മൈക്കും, ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ചെന്നു. ആദ്യം ഒരു ഐറ്റം ചെയ്തു. 2ാമത്തെ ഐറ്റത്തിൽ ഞാൻ കൊച്ചുകുട്ടി, ഞാൻ ഈ കുട്ടികളുടെ ഒരുപാട് ക്യാരക്ടർ അവിടെ മാനരസ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ടിൻറ്റുമോനായിട്ട് മാറും, ചിഞ്ചുമോളായിട്ട് മാറും. ഈ പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നേഴ്സറി പാട്ടൊക്കെ പാടുന്ന, ഡാൻസ് കളിക്കണം, അങ്ങനെ കുറേ അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ടിൻറ്റുമോൻ എന്നുള്ള കഥാപാത്രമാണ് അന്ന് അവിടെ ചെയ്തത്, 2ാമത്തെ ഐറ്റമായിട്ട്. ഈ ഐറ്റമായിട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇത്ര ക്ലോസ് ആയിട്ട്, ഇപ്പോൾ സാറ് നിൽക്കുന്ന സ്ഥലത്താണ് ഡോക്ടർമാർക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് റോയില് കുറച്ച് പ്രായമുള്ള സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാരാണ്. അവർ എബവ് ഒരു 50 years ഒക്കെ ആയിട്ടുള്ള അവരാണ്. പിന്നെ പുറകിലേക്ക് കുറേ ഡോക്ടർമാരിരിക്കണം. അപ്പം ഞങ്ങൾ ഇത്ര അടുത്തു നിന്നാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ശരിക്കും പൾസ് നമുക്കറിയാം, ഇവരൊക്കെ ചിരിക്കുന്നതും ആസ്വദിക്കുന്നതും. അപ്പം ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഈ മാനരസങ്ങളും എൻ്റെ സംസാരമൊക്കെ കേട്ടാൽ ഇവർ എല്ലാവരും ചിരി തുടങ്ങി, നല്ല ചിരിയാണ്. അപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു ഡോക്ടർ, പ്രായമുള്ള ഡോക്ടർ, ഈ ഡോക്ടർ അടുത്തിരിക്കുന്ന ഡോക്ടറുടെ കാലിലൊക്കെ അടിച്ചിട്ടാണ് ചിരിക്കുക, ആത്മാർത്ഥമായിട്ട് ചിരിക്കുക. തലയിൽ കൈ വെക്കണു, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുടയ്ക്കണു ഒക്കെ ഉണ്ട്, കണ്ണ് നിറഞ്ഞിട്ടേ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായി, എല്ലാവരും ചിരിക്കണുണ്ടപ്പോൾ ഞാൻ കോമഡിയൊക്കെ ആയിട്ട് കൂട്ടി ഇല്ലാത്ത സ്ഥലം. കാരണം അതൊക്കെ സ്പോട്ട് ഇംപ്രവൈസേഷൻ ആയിട്ട് ചെയ്യണേ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്
ഈ മുന്നിലായി ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന ആ ഡോക്ടർ നെഞ്ഞത്ത് കൈവച്ചു, ചിരി മാറി, ഡോക്ടറുടെ മുഖം മാറി, ഡോക്ടറുടെ കണ്ണൊക്കെ മുകളിലേക്ക് പോണത് ഞാനും ഇവനും മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങളെ ഫേസ് ചെയ്തിട്ട് ആസ്വദിക്കല്ലേ. അടുത്തിരിക്കുന്ന ആ 2 ഡോക്ടേഴ്സ് പോലും ഈ ഡോക്ടറെ ശ്രദ്ധിച്ചില്ല. ഇവരൊക്കെ ചിരിക്കുന്ന കൂട്ടത്തിലാണല്ലോ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പരിപാടി നിർത്തണോ? എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ. ഈ ഡോക്ടർ മാത്രം, ഡോക്ടർക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ ഡോക്ടർ എന്ന് പറയും. അപ്പോഴാണ് അടുത്തുള്ളവർ നോക്കണം. അപ്പോഴേക്കും ഡോക്ടറുടെ കണ്ണിൻ്റെ ഉണ്ണിയൊന്നും കാണുന്നില്ല, ആ വൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. വായൊക്കെ തുറന്നിട്ട് ഡോക്ടർ ഇങ്ങനെ കൈവച്ചിരിക്കുക. അപ്പോഴേക്ക് പുറകുന്ന് മെയിൽ ഡോക്ടർമാരൊക്കെ ഓടി വന്നു. ഡോക്ടറെ അടുത്ത് കൊണ്ട് ഇവർ തൊട്ടടുത്ത് റൂമിൽ കൊണ്ട് കിടത്തി. പരിപാടിയൊക്കെ ചെയ്ത് എല്ലാവരും പ്രശ്നത്തിലായി. ഒരു ഡോക്ടർ പോയിട്ട് പൾസ് നോക്കണു, വേറൊരാൾ ടെലസ്കോപ്പ് എടുത്തിട്ട് ഹാർട്ട് ബീറ്റ് നോക്കണു. അപ്പോൾ എല്ലാവരും മാറുക, കുറച്ച് വെളിച്ചം കിട്ടട്ടെ, ശുദ്ധമായി കിട്ടട്ടെ, മാറി കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ ഞങ്ങൾ 2 മാറി നിൽക്കുക. അപ്പം ഞാൻ എൻ്റെ കോലം എന്ന് പറഞ്ഞാൽ എൻ്റെ കോലം കണ്ടാൽ തന്നെ ചിരിക്കും. ഒരു ചെറിയ ട്രൗസറും ചെറിയൊരു ഷർട്ടും മുഖത്ത് നിറയെ പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക രൂപത്തിലാണ്. അപ്പം ഞാനും ദേവരാജും മാറി നിന്നിട്ട് എന്താ ഇപ്പോൾ സംഭവിക്കുക, ഡോക്ടർക്ക് എന്തെങ്കിലും പറ്റുമോ ദേവ, കൈ മിണ്ടാണ്ടിരിക്കുക, ഒന്നും പറയല്ലേ, ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അവിടെ നിന്നൊരു ഡോക്ടർ മേഡം ഓക്കെ അല്ലേ, മേഡം ഓക്കെ അല്ലേ, ഒരിത്തിരി വെള്ളം എടുക്കൂ. അടുത്ത് വെള്ളം മുഖത്ത് തെളിച്ചു. ഡോക്ടർ കണ്ണു പറഞ്ഞു, സമാധാനമായി. ഓക്കെ മേഡം ഓക്കെ ആണല്ലോ, ഓക്കെ ഒന്ന് എണീറ്റിരിക്കൂ, ഇത്തിരി വെള്ളം കുടിച്ചോളൂ. വെള്ളമൊക്കെ കുടിപ്പിച്ചു, ഓക്കെയാണ്. അപ്പം എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞപ്പം ഞാൻ മെല്ലെ ഈ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഡോക്ടർമാരൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പോയിട്ട്, അപ്പം ഞാൻ കുറച്ച് ഷോർട്ടാണ് ബാക്കിയുള്ള ഡോക്ടർമാരുടെ അടുത്ത്. അപ്പം ഞാൻ മേഡം ഓക്കെ അല്ലേ മേഡം എന്ന് ചോദിച്ചതാ. ഇത് ചോദിക്കലും മേഡം അയാളോട് എൻ്റെ മുന്നിൽ നിന്ന് പോവാൻ പറയൂ എന്നൊരു ഷൗട്ടിങ്ങാ. അപ്പം എന്നെ പരിപാടി ഏൽപ്പിച്ചാൽ വിനോദം ഒന്ന് പോ വിനോദേ, നീ കാരണമാണ് മേഡം ഇപ്പം ഈ ഒരു അവസ്ഥയിലെത്തിയെന്നൊക്കെ പറഞ്ഞു. ഞാനാകെ അസ്വസ്ഥനായി. ഞാൻ പോയി ദേവനോട് പോയിക്കോളാൻ പറഞ്ഞു. സൈഡിൽ പോയപ്പോഴും ഏൽപ്പിച്ച ആൾ വന്നിട്ട് പറഞ്ഞു, അതേ പ്രോഗ്രാം മതി സാറേ, വാ അവർക്കുള്ള ആ കാശ് കൊടുത്തേക്ക് പോക്കോട്ടെ, അവർ പോക്കോട്ടെ, ഇനി പരിപാടി വേണ്ടാന്ന് പറഞ്ഞു. ഇനി 3-4 ഐറ്റം ചെയ്യാണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാശൊക്കെ മേടിച്ച് ഞങ്ങൾ പോക്കറ്റിലിട്ട് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഇയാൾ വന്നിട്ട് വിനോദേ മറ്റൊന്നുമല്ല, ആ ഡോക്ടർ പറഞ്ഞു ഡോക്ടർക്ക് ഒരു കൊച്ചുമോനുണ്ട്, ഡോക്ടറുടെ മകൻ്റെ മകൻ, അവനായിട്ട് റിലേറ്റ് ചെയ്ത് പോയി നിന്നെ, അവന് ഇതേപോലെ കുറേ മാനരസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡോക്ടർ വല്ലാതെ ആസ്വദിച്ച് ചിരിച്ചു പോയി, അങ്ങനെയാണ് ആ ഇത് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അപ്പം അവർക്ക് ഇഷ്ടമായിട്ടാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ നല്ലൊരു അനുഭവം നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അപ്പൊ ടിൻഡു മോന്റെ ഒരു പീസ് നമ്മള് കണ്ടല്ലോ. പിന്നെ തീർച്ചയായും കഴിഞ്ഞില്ല. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് സോറി പറയണമെന്ന് പറഞ്ഞു. അയ്യോ ഇനി വിനോദം കൊണ്ട് ചെല്ലണ്ട. അല്ല സാർ അത് കുഴപ്പമില്ല, ഞാൻ ഡ്രസ്സൊക്കെ മാറിയില്ലേ. അപ്പൊ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകിയിട്ട് ഡോക്ടർ ഇരിക്കുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ഡോക്ടറെ ഞാനാണ് വിനോദം ഇരിക്കി. എന്നിട്ട് ഡോക്ടറിൻ്റെ കൈയുണ്ട് വിനോദിനോട് എങ്ങനെ നന്ദി, ഞാൻ ഇത്രയും ഈ അടുത്ത കാലത്ത് ഞാൻ ചിരിച്ചിട്ടില്ല വിനോദ്. മകനും കുട്ടിയും US അവർ കഴിഞ്ഞ ലീവിന് വന്നപ്പം നന്നായിട്ട് മകൻ്റെ വികൃതികളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് ഈ മാഡം. അപ്പം എനിക്ക് അവനെ തന്നെ ഓർമ്മ വന്നു. അവൻ്റെ കളി, അവൻ്റെ ചേഷ്ടകളാണ് വിനോദ് ചെയ്തത് മുഴുവൻ. എനിക്ക് ആ നിമിഷത്തിൽ മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ അങ്ങനെയൊന്നും പറയല്ലേ, വെറുതെ ഞങ്ങൾ ഇപ്പം തന്നെ ടെൻഷനിലാണ്, ഞങ്ങളുടെ പരിപാടി നിർത്തി പൊക്കോളാനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഓക്കെ. പറഞ്ഞു വിട്ടിട്ട് ഇതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടായി. അവിടെ നെക്സ്റ്റ് മന്ത് ഒരു ഓൾ കേരള ഡോക്ടേഴ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ വന്നു IMA ഹാളിൽ. ഇവിടെയും പ്രോഗ്രാം ചെയ്യാൻ എന്നെയാണ് വിളിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ഡോക്ടർ അവിടെ വന്നിട്ടുണ്ട്. ഈ ഡോക്ടർ എന്നെ കണ്ടോണ്ട വിനോദെ ടിൻഡുമോൻ ചെയ്യരുത്, എന്നെ കൊല്ലരുത്, ആന്റി ക്ലൈമാക്സ് ഉണ്ട്. അവിടെ ചെയ്തില്ല ടിൻഡുമോൻ, അവിടെ ടിൻഡുമോൻ ചെയ്തില്ല. നമുക്കൊരു ചെറിയ പീസ് അതിന്റെ കണ്ടാലോ. ടിൻഡുമോൻ എവിടുന്നാ വരുന്നത്? ഞാൻ കോഴിക്കോട് മിമിക്രി ഒക്കെ മിമിക്രി മോണായിട്ട് പ്രശ്ന വേഷമൊക്കെ ഉണ്ട്. ഒരുമിച്ച് വേണ്ട, ഈ നടന്മാരെ ശബ്ദമൊക്കെ അനുകരിക്കുന്ന അനുഭവിക്കൂ. കൂറ്റോ ശബ്ദം നടന്മാരെ സൗണ്ടൊക്കെ ആരെ എല്ലാരും ഉണ്ട്. ജയണ്ട്, നസീറുണ്ട്, സത്യനുണ്ട്, പിന്നെ KP ഉമർ ഉണ്ട്. അല്ല ഓലൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിൽ ആരെ അനുകരിക്കുക? എല്ലാരും സൗണ്ടും എടുക്കൂ. പിന്നെ എടുക്ക് ഓരോന്നോരോന്നായിട്ട്. ആദ്യമായി ഞാനിവിടെ ഉണ്ടാക്കുന്ന സൗണ്ട് KP ഉമർ. KP ഉമറിന്റെ സൗണ്ട് KP ഉമറിന്റെ സൗണ്ട് ഞാനിവിടെ അനുകരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടാവും. ആയിക്കോട്ടെ. KP ഉമർ മോളെ ശോഭി ഇങ്ങെടുത്തു വരൂ. വരുന്നില്ലേ? ശോഭ വരട്ടെ. ശോഭ വന്നിട്ട് പറയാം. ശോഭ വന്നിട്ട് ബാക്കി ഡയലോഗ്. ശോഭ വന്നിട്ട് KP ഉമറിനെ അനുകരിക്കുക. ബാക്കി ഇനി അടുത്ത ആളാ. അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഒച്ചയുടെ പേരാണ് ചീവണ്ടി. ചീവണ്ടിയോ? ചീവണ്ടി ഒച്ച. ഒച്ച സൗണ്ട്. ആയിക്കോട്ടെ. തീവണ്ടി
തീവണ്ടി റെയിൽ പാലത്തിന്റെ മേലെ കൂടെ പോകുമ്പോൾ ഇതേ തീവണ്ടി ഒരു പാലത്തിന് മേലെ കൂടെ പോകുമ്പോഴുള്ള ശബ്ദ വ്യത്യാസം. പാലത്തിന് മേലെ കൂടെ അപ്പൊ അത് അടിപൊളിയായിരിക്കും. പാലത്തിന് മേലെ കൂടെ തീവണ്ടി പോകുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ പറയാൻ പറഞ്ഞു എന്റെ അമ്മ. അടച്ചോനെ. പാലത്തിന് എന്താ പാലത്തിന്റെ മുകളിലെത്തിയപ്പോ തീവണ്ടിക്ക് വയറിളക്കം പിടിച്ച? അല്ല, പാലത്തിന് മേലെ കൂടെ കയറുമ്പോ വേറെ സൗണ്ട് ആയിരിക്കും, വേറെ ഒച്ച. മാമനൊന്നും അറിയില്ല. ഇഷ്ടായില്ലേ? എനിക്കിഷ്ടായി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മത്സരത്തിലിട്ട് പോയാലോ? 1 കോടി രൂപയ്ക്കുള്ള മത്സരം ആരംഭിക്കുന്നു. ലക്ഷ്യം തന്നെ അതല്ലേ? പകുതി ആയിക്കോട്ടെ. 1 കോടി രൂപ ഏറ്റുവാങ്ങാൻ തയ്യാറാണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപ. മ്യൂസിക്. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. കണ്ടാൽ വടി, തിന്നാൽ മധുരം, ആരാണ് ഞാൻ? കുസൃതി ചോദ്യമാ. കരിമ്പ്. സൂപ്പർ. അപ്പൊ 10,000 രൂപ. കൊള്ളാം അല്ലേ? കച്ചവടം കൊള്ളാം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ 20,000 റുപ്പീസ്. സുഗന്ധം പരത്തുന്ന സംഗീത ഉപകരണം ഏതാണ്? ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ആലോചിച്ച് നോക്കി. സന്തൂർ. കൊള്ളാല്ലേ? അടിപൊളി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 30,000 രൂപയുടെ ചോദ്യം. 30,000. ഇനി നിങ്ങൾക്ക് ഒരു ഓഡിയോ കേൾപ്പിച്ചു. നിങ്ങളെ ഓഡിയോയുടെ വിദ്വാൻമാരാണല്ലോ. ഓക്കെ, പ്ലേ. പതിനേഴിന്റെ പൂങ്കരവിൽ. ഏത് ഗാനത്തിന് തുടക്കമാണ്? അതെ അത് തന്നെയാണോ? അതന്നെയാണ് പാട്ട്. ഉറപ്പാണോ? ഒന്ന് പാടി നോക്കി രണ്ടുപേരൂടെ. 17ന്റെ പൂങ്കരവിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതെന്റെ പൂങ്കരവിൽ മാനത്ത് നീ തൊട്ട മറുകാണ്. 17ന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതെന്റെ പൂങ്കരളിൽ മാനത്ത് നീ തൊട്ട മറുകാണ്. പറയൂ പറയൂ. അപ്പൊ ഉത്തരം ശരിയാണ്. അപ്പൊ 30,000 രൂപ. ഇനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. അമ്പലത്തിലും വീണയിലും പൊതുവായുള്ളത് എന്താണ്? തന്ത്രി. ഉത്തരം ശരിയാണ്. പൊളിച്ചു. 40,000 രൂപയുടെ ചോദ്യം. ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 50,000. ബോസ്, പറയൂ കുട്ടേട്ടാ. കൊല്ലൻ ഷാഫി, താങ്കൾ LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഒരു കഥയും പറയാനുണ്ടാകും. ഇത് ഷാഫിയുടെ പടം തന്നെ. ഇതൊരു വലിയ കഥ. ഇതും മേക്കപ്പ് മാന്റെ പവർ എന്ന് പറയണം. ഇത് സുധീർ തിരൂർ എന്ന് പറയുന്ന സുധീർക്ക ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാനൊരു ഷോർട്ട് ഫിലിമിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പം എടുത്ത ഒരു വേഷം. ഇങ്ങനെ ഒരു മുസ്ലിയാർ പോലെ, തങ്ങളെ പോലെ തോന്നിക്കുന്ന ഒരു വേഷം. അപ്പോ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് അല്ല, അതും കഴിഞ്ഞ് കുറച്ച് വൈകുന്നേരത്തേക്ക് എൻ്റെ സുഹൃത്ത് തുടക്കത്തിലേ പറയുന്നുണ്ട്, ഇവിടെ നല്ല അവിൽ മിൽക്ക് കിട്ടുന്ന ഒരു കടയുണ്ട്, അടിപൊളിയാണ്, അവിടെ എന്തായാലും പോകണം. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വണ്ടി അങ്ങോട്ട് എടുക്ക്. ഇന്നോവയിൽ മുന്നിൽ ഞാനിരിക്കുന്നു, ഓടിക്കുന്നത് നമ്മുടെ സംവിധായകനായ ആ നാട്ടുകാരനാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയാൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പുള്ളി കുറച്ച് പെട്ടെന്ന് എടിപിടി എന്ന് പറഞ്ഞാൽ ചൂടാകുന്ന ആളാണ്, കുറേ ആൾക്കാർ ക്യൂ നിൽക്കും, കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് പോയി നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇതേ വേഷത്തിൽ കയറി മുന്നിലിരിക്കുന്നു. ഇവൻ സംവിധായകൻ നേരെ അവിടെ പോയിട്ട് പറഞ്ഞ് തങ്ങൾ വന്നിട്ടുണ്ട് വണ്ടിയിൽ, നാല് അവൽ മിൽക്ക് അർജന്റായിട്ട് വേണം. പുള്ളി പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ഈ മുണ്ടൊക്കെ താഴോട്ട് അഴിച്ചിട്ട് ദ്വാരക്കണം വർക്കത്തുണ്ടാകാൻ വേണ്ടി. ഞാൻ താടി ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ബാക്കിലുള്ളവന്മാരെ ചിരിക്കരുതെന്ന് പറഞ്ഞ്
ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഞാൻ ഇയാളെ മുഖത്ത് നോക്കാണ് നെഞ്ചത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇത്തിരി മുൻശുണ്ടി കൂടുതലാണ്, അതിന്റെ ഒരു ബർക്കത്ത് കുറവ് ഇവിടെ ഉണ്ട്. ഈ ക്യൂ നിൽക്കുന്ന ആളുകൾ പോലും നഷ്ടപ്പെടാതെ കുറെ കൂടി ഈ ആൾക്കാരെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സൗമ്യനാണ്, നല്ല ക്ഷമമുള്ള മനുഷ്യനാണ്, ഞാൻ ശ്രമിക്കുന്നുണ്ട് ഉസ്താദെ, ഒന്നും തോന്നരുത്, ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് പുള്ളിക്ക്. അപ്പൊ പെട്ടെന്ന് വേഗം പോയി ജ്യൂസ് എടുത്തോണ്ടാന്ന് അതൊക്കെ കഴിഞ്ഞ് പൈസ കൊന്നിട്ട് വാങ്ങിക്കുന്നില്ല. പൈസ വാങ്ങിക്കാത്ത മാത്രമല്ല, അപ്പൊ ബാക്കിലുള്ളവന്മാര് ഇത് ചിരിച്ചു എന്നുള്ള അവസ്ഥയിലാണുള്ളത്. അപ്പൊ ചിരിച്ചാ കംപ്ലീറ്റ് കൊളാവും. ഞാനാണെ അത്രയും മസിലും പിടിച്ചിങ്ങനെ ഇരിക്കല്ലേ, ഞാൻ താടി ഒഴിഞ്ഞിങ്ങനെ ഇരുന്നോണ്ടിരിക്കുന്ന. എന്നാ പിന്നെ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോ പുള്ളി പോലെ നിക്കെന്ന് പറഞ്ഞിട്ട് ഈ ജ്യൂസിൽ ഈ അവൽ മിൽക്കിൽ ചേർക്കുന്ന ഒരു കൊല പഴം എടുത്തിട്ട് വണ്ടിയിൽ ഒരു കൊല പഴം എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് പറയാണ്, എന്റെ പീഡയ്ക്ക് വർക്കത്തിന് വേണ്ടി ദ്വാരക്കണം, എന്റെ സ്വഭാവം നന്നാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ലോ. ഞാനതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, വണ്ടി തിരിക്കലും ഒരു സൈഡാക്കിയിട്ട് പിന്നെ ഒരു കൂട്ടച്ചിരിയാ. വൈകുന്നേരം ചായക്ക് ഞങ്ങള് ലൊക്കേഷനിൽ ആ പഴം എല്ലാരും കൂടെ ആപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കുന്നത് ആളുകൾക്ക് വേഷം മതി എന്നുള്ള, എന്ത് ഏതെന്നൊന്നുമില്ല, ആരാന്നൊന്നുമില്ല, അന്ധവിശ്വാസത്തിന്റെ അങ്ങേ തലയാണ് ഇതൊക്കെ. ഒരു വേഷത്തിൽ ഒരാളെ കണ്ട അങ്ങ് വിശ്വസിക്കുക. അപ്പോ നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യം. 50,000. അങ്ങോട്ട് നോക്കിയാൽ സ്റ്റിൽ കാണിച്ചു തരാം. ആകാശം, കടൽ. ഇത് മൂന്നും കണ്ടല്ലോ, സ്റ്റില് മൂന്നും കണ്ടല്ലോ. ഈ ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്ന മലയാള സിനിമ ഏതാണ്? നീലാകാശം, ചുവന്ന ഭൂമി, പച്ചക്കടൽ. അല്ലേ അല്ലേ അതെ അതെ അല്ലേ? നീലാകാശം. ഓർഡർ മാറിപ്പോയി. ഒന്നുകൂടെ കണ്ടാൽ ഓർഡർ കറക്റ്റ് ആവും. ഓർഡർ മാറിപ്പോയി. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. അപ്പൊ 1,00,000 രൂപ. ഇനി 60,000 രൂപയുടെ ചോദ്യം. ശരി. ഞെട്ടിക്കുന്ന സിറ്റി ഏതാണ്? ഒരുപാട് സിറ്റികൾ ഞെട്ടിച്ചിട്ടുണ്ട് നമ്മളെ. ഞെട്ടിക്കുന്ന സിറ്റി. ഞെട്ടിക്കുന്ന സിറ്റി. എന്ന് വെച്ചാല് ഇതിൽ തൊട്ടാൽ പ്രശ്നമാണ്. ഓക്കെ, 60,000 രൂപ. ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ഉത്തരം ശരിയാണ്. ഇന്നലെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വന്നപ്പോ ഞാൻ ഞെട്ടിയതാ. ഞെട്ടിയല്ലോ, ആരെയും ഞെട്ടിക്കും അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. കാറും പേനയും ചേർന്നുള്ള ജോലിയെ ഏത് പേരിൽ വിളിക്കാം? കാർപ്പൻറ്റർ. കാർപ്പൻറ്റർ. ഉത്തരം ശരിയാണ്. അപ്പോ 70,000 ആയി. ഇനി നമുക്ക് 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 80,000. ചോദ്യം ഇതാണ്, ഒരിക്കലും നേരെ നടക്കാത്ത ആന ഏതാണ്? ഒരിക്കലും നേരെ നടക്കാത്ത ആന. കുസൃതി ചോദ്യമാണ്. കുഴിയാന. പൈസ തെറ്റിയാൽ പോവും. അയ്യോ, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സഹായി എടുത്താലോ? പറ്റും. നിങ്ങളുടെ ഒരു സുഹൃത്തിനെ വിളിക്കാം. ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അസീസ് നെടുമങ്ങാടാണ്. പ്ലീസ് കണക്ട് മീ ടു അസീസ് നെടുമങ്ങാട്. അസീസ്, ജീവിതമൊക്കെ സുഭിക്ഷമായിട്ട് പോന്നോ? നന്നായിട്ട് പോകുന്നു. പടമൊക്കെ ആയി. വലിയ നടനാണ് ഇപ്പൊ. വാഴയൊക്കെ കൊലച്ചോ? കൊലച്ചു. അസീസ, ഇപ്പൊ ഒരു ചോദ്യം. നമ്മൾ ഹെൽപ്പ് ലൈൻ നിൽക്കുകയാണേ. ഒരിക്കലും നേരെ നടക്കാത്ത ആന ഏതാണ് എന്നാണ് ചോദ്യം. ഇല്ല, കട്ട് ചെയ്തിട്ട് പോരുത്. ഷോർട്ട് ആയിട്ടില്ല. ഞങ്ങള് കുഴിയാന പറഞ്ഞു, അതല്ലാന്ന്. എനിക്ക് ഇത് തെറ്റാണെന്നറിയില്ല, എന്നാലും പറയാം. നമ്മുടെ ഇത് ചെസ് കളിക്കൂലേ, അതിലാന. ചെസ്സിലെ ആന. ചെസ് ബോർഡിലെ ആന. ചെസ് ബോർഡിലെ ആന. ഒരിക്കലും നടക്കാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിട്ടാ പോവുക. ഓക്കെ, താങ്ക് യു അസീസ്. നെടുമങ്ങാട് എല്ലാവർക്കും സുഖമല്ലേ? താങ്ക് യു. അപ്പൊ നമുക്ക് അസീസ് കാരണം നമുക്ക് ഉത്തരം കിട്ടി. ഇനി 1,00,000 രൂപയുടെ ചോദ്യം. 1 lakh. 1,00,000 രൂപയുടെ ചോദ്യം. തത്തകളെ കൂടാതെ തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണാൻ കഴിയുന്ന ജീവി ഏതാണ്? തത്തകളല്ലാതെ തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണാൻ കഴിയുന്ന ജീവി ഏതാണ്? മൂങ്ങ. ജനറൽ നോളജ് ആണ്. മൂങ്ങല്ലേ? 1,00,000 രൂപയുടെ ചോദ്യമാണ്.
2 ഹെൽപ്പ് ലൈനൂടെ ബാക്കി കിടക്കുക. അതുണ്ട്. ആ അപ്പൊ കുട്ടേട്ടുണ്ട്, PSC രാജു ഉണ്ട്. ആ PSC രാജനെ വിളിച്ചാലോ? PSC രാജുവിനെ വിളിക്കാം. പുള്ളിയെ എഴുതി തോറ്റ പരിചയമുണ്ടല്ലോ അല്ലേ? ഹായ് PSC രാജു. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ കൊല്ലം ഷാബിയും വിനോദ് കോവൂരും ഇങ്ങനെ നിൽക്കുക കുന്നിൽ തടഞ്ഞ പുഴ പോലെ. നമസ്കാരം. 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 നമസ്കാരം വിനോദ് കോവൂർ. ഓ താങ്ക് യു. തത്തകളെ കൂടാതെ തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണാൻ കഴിയുന്ന ജീവി എന്നാണ് ചോദ്യം. ഇത് 1-2 ക്ലൂ പറയാം. നമ്മളുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടിക്കാലത്ത് ഇതിനെ കുറിച്ചൊക്കെ കുറെ അധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോഴിയാണോ? കോഴിയല്ല, നല്ല ഭംഗിയുള്ള ഒരു ജീവിയാണ്. പ്രാവ്? പ്രാവല്ല. കണ്ണിന് ഒരു പ്രത്യേക ചുവന്ന നിറമാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജീവിയെ. മുയല്? കറക്റ്റ് ആണ്. അപ്പൊ 1 ലക്ഷം കിടക്കും. PSC രാജു മോശക്കാരനല്ല. ചുമ്മാ അല്ല തോറ്റു പോയത് അല്ലേ? 1 ലക്ഷം. അപ്പൊ ഈ 1 ലക്ഷം സന്തോഷിച്ച് ഒരു പാട്ട് പഠിക്കൂ. രണ്ടുപേരും ചേർന്നൊരു പാട്ട് അടിച്ച് തകർത്തേക്ക്. ഇനിയൊന്നും നോക്കണ്ട. ആയിക്കോട്ടെ. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മൊല്ലാക്ക. ഓത്തുപള്ളിയിലന്ന് നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. ഓത്തുപള്ളിയിലന്ന് നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. പാഠപുസ്തകത്തിൽ മയിൽ പീലി വച്ചുകൊണ്ട് പീലി പെറ്റു കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. പാഠപുസ്തകത്തിൽ മയിൽ പീലി വച്ചുകൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ച മാങ്ങ നമ്മളെത്ര തിന്ന് ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറന്ന്. ഓത്തുപള്ളിയിലന്ന് നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. ഓത്തുപള്ളിയിലന്ന് നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ 2 ലക്ഷം ചോദ്യം.
ലോകത്ത് ഏറ്റവും കൂടുതൽ പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന രാജ്യം ഏതാണ്? ജനറൽ നോളജാണ്, GK ആണ്. ഷാഫി, ലോകത്ത് ഏറ്റവും കൂടുതൽ പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന രാജ്യം. കുട്ടേട്ട മാത്രമേ ഉള്ളൂ സഹായത്തിന്. കുട്ടേട്ടാ. ചോദിക്കട്ടോ കുട്ടേട്ടാ? യെസ് ബോസ്. വിനോദ് കോവൂർ, കൊല്ലം ഷാഫി, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സഹായിക്കാം. താങ്ക് യു. 1-2 ക്ലൂ പറഞ്ഞു തരാം. ആ. അറിയാമെങ്കിൽ ആൻസർ പറയുക, അല്ലെങ്കിൽ ആൻസറും ഞാൻ തന്നെ പറഞ്ഞു തരാം. ഓ ശരി. സാമ്പ നൃത്തം ഈ നാടിന്റെ സ്വന്തം കലാരൂപമാണ്. ബ്രസീൽ. വളരെ കറക്റ്റ്. നമ്മളെ ടീം ആ കലക്കി. ബ്രസീല് പൊളിച്ചു. അപ്പൊ 2 ലക്ഷം രൂപ കിട്ടി. കുട്ടേട്ടാ നന്ദി. ആ നന്ദി. വെൽക്കം. നന്ദി വേണോ പണം വേണോ? രണ്ടും വേണം. ആ ഓക്കെ, കൊടുത്തയക്കാം. 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ ഇനി കടക്കുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ചുവപ്പ് കാർഡ് ലഭിച്ച് പുറത്തു പോകേണ്ടി വന്ന ഇന്ത്യൻ ഹോക്കി ടീം താരം ആരാണ്? പാരീസ് ഒളിമ്പിക്സിലാണ് സംഭവം. നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നാണം കിട്ടും. കാരണം ഇന്ത്യയുടെ ദേശീയ സംഭവമാണല്ലോ, ഗെയിമാണല്ലോ ഈ സാധനം. PR ശ്രീജേഷിനൊക്കെ വലിയ അംഗീകാരം കിട്ടിയ സമയം അല്ലേ? ഹോക്കിയിലെ ഒളിമ്പിക്സിൽ വെങ്കലം കിട്ടി. കുട്ടേട്ടനെ കിട്ടും നമുക്ക്. ഇനി ആരുമില്ല. ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി കമലതരൻ പറയാം. നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാൽ നമ്മൾ 5 ലക്ഷത്തിലേക്ക് പോകും. ഉത്തരം തെറ്റിയാലോ നമ്മൾ 20,000 രൂപ കൊണ്ട് വീട്ടിൽ പോകും, കോവൂരേക്ക് പോകും. അതെന്ത് പണിയാന്ന് ചോദിച്ചാൽ പണിയാണ്. 3 ലക്ഷം എങ്ങനെ എത്ര പെട്ടെന്ന് 20,000 ആവണത്? ആകരുത്. അതാണ്. ഇനി പിൻവാങ്ങിയാലോ 1 ലക്ഷം രൂപ കിട്ടും. അത്യാവശ്യം തോളെ കേട്ട് സന്തോഷത്തിൽ പോവാം. അപ്പൊ ഇനിയിപ്പോ എന്താ ഷാഫി ചെയ്യുന്നത്? 1 ലക്ഷമായി പിന്മാറേ. അപ്പോ നിങ്ങൾ ഈ മത്സരവേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അമിത് രോഹിദാസ്, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അമിത് രോഹിദാസ് ഒറീസക്കാരനാണ്, ഒഡീഷ. സെമി ഫൈനൽ അത് കാരണം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. ഓക്കെ, അതാണ് ഉണ്ടായത്. അപ്പോ ചെക്കുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും ഓരോ സർട്ടിഫിക്കറ്റ് ഉണ്ട്. 2 പേരുടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സന്തോഷമായി. അപ്പൊ അങ്ങോട്ട് നോക്കി ചിരി വെച്ചുകൊണ്ട് ക്യാമറ നോക്കുന്നുണ്ട്. അപ്പൊ ഷാഫി നന്നായിരിക്കട്ടെ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാ അല്ലേ? ഓക്കെ, നന്നായിരിക്കട്ടെ. ഇതുവഴി പോയാൽ അങ്ങ് കോഴിക്കോട് ഇറങ്ങാം. വിനോദ് കോവൂരും കൊല്ലം ഷാഫിയും നിങ്ങൾ ആസ്വദിച്ചു എന്നാണ് എന്റെ വിശ്വാസം. മറ്റു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9:30 മണിക്ക്. ഗുഡ് ബൈ.